ഹലോ എവ്രി വൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് അഞ്ജലി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSC CGLന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ചുമ്മാ റാൻഡംലി പിക്ക് ചെയ്ത ക്വസ്റ്റ്യൻസ് അല്ല, ഫോമർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് ഓരോ ടോപ്പിക് വൈസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം SSCയുടെ CGL എക്സാംസിന് 25 ക്വസ്റ്റ്യൻസ് ആണ് സാധാരണഗതിയിൽ കാണാറ്. ഓക്കെ, 2 മാർക്ക് വീതം വെയിറ്റേജ് ഉള്ള 25 ക്വസ്റ്റ്യൻസ്, അതായത് 50 മാർക്കിന്റെ ചോദ്യം. ടയർ 2 ആണെങ്കിലോ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും? 45 ചോദ്യങ്ങളാണ് ഉണ്ടാവുക, അല്ലെ? 45 ചോദ്യങ്ങൾക്കും കൂടി 135 മാർക്കാണ് വെയിറ്റേജ് വരിക. ഓക്കെ, 35% വെയിറ്റേജിനാണ് ടയർ 2-ല് CGL എക്സാമിനേഷന് ഇംഗ്ലീഷ് സബ്ജക്റ്റിനുള്ളത്. അപ്പം പ്രാധാന്യം എന്തുമാത്രം ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സോ CGL എക്സാം ആണെങ്കിലും ടയർ 2 എക്സാം ആണെങ്കിലും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾക്ക് എക്സാം കുറച്ച് എളുപ്പത്തിൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, സോ നമ്മൾ ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 25 ചോദ്യങ്ങൾ ആണെങ്കിൽ കോംപ്രിഹെൻഷൻ പാസേജ് ആണ് 5 മാർക്കിന്റെ 5 ചോദ്യങ്ങൾ, 5 മാർക്കല്ല 5 ചോദ്യം. ഓക്കെ, അതൊഴികെയുള്ള ബാക്കി 20 ചോദ്യങ്ങളും 20 വ്യത്യസ്തമായ ടോപ്പിക്കുകളിൽ നിന്നാണ്. അപ്പൊ നമ്മൾ ഇത്തവണ ചൂസ് ചെയ്തേക്കുന്നത് ആ ടോപ്പിക്കുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ്. ഓക്കെ, സോ ടോപ്പിക്കുകൾ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നമ്മൾ ചിലപ്പം സ്പോട്ട് ബെയറർ ആയിരിക്കാം, സെന്റൻസ് ഇംപ്രൂവ്മെന്റ് ആയിരിക്കാം, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, റിപ്പോർട്ടഡ് സ്പീച്ച്, സിനോണിംസ് ആൻഡ് ആന്റണിംസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ്, ഇഡിയമാറ്റിക് എക്സ്പ്രഷൻസ്, അങ്ങനെ പോകുന്ന ടോപ്പിക്കുകൾ, അതിൽ നിന്നും കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ചൂസ് ചെയ്ത് പല എക്സാംസിലും റെക്കറന്റ്ലി കാണുന്ന ചോദ്യങ്ങൾ നമ്മൾ ഇവിടെ ചൂസ് ചെയ്ത് ആണ് ക്ലാസ് മുന്നോട്ടേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോ ഏകദേശം ഒരു നട്ട്ഷെൽ എക്സാമിനെ കുറിച്ച് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ചിലവർ ഇത് ആദ്യമായിട്ട് എക്സാം എഴുതുന്നവരുണ്ടാകാം. ഓക്കെ, ഇപ്പൊ എക്സാം വരുന്നുണ്ട്, ആദ്യമായിട്ട് എഴുതുന്നവരുണ്ടാകാം. എന്നാൽ ചില ആൾക്കാർ എങ്ങനെയായിരിക്കാം, കുറച്ച് പ്രിപ്പറേഷനിലൂടെ എഴുതുന്നവരുണ്ടാകാം. എല്ലാവർക്കും ഹെൽപ്ഫുൾ ആകുന്ന രീതിയിലാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്. സോ വെൽക്കം വൺസ് അഗൈൻ. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ. ഫസ്റ്റ് ടോപ്പിക് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് കോമൺ എറേഴ്സ് എന്താണ്. ഓക്കെ, കോമൺ എറേഴ്സ്, ഇതിനകത്ത് നമുക്കൊരു സെന്റൻസ് തന്നിട്ടുണ്ടാവും, അതിലൊരു ഭാഗത്തിൽ എന്തെങ്കിലും ഒരു എറർ ഉണ്ടാവും. ആ എറർ എന്താണെന്ന് കണ്ടുപിടിക്കുക. അതാണ് എവിടെയാണ് തെറ്റ് വന്നേക്കുന്നത്. മിക്കവാറും സബ്ജക്ട് വെർബ് എഗ്രിമെന്റിലോ അല്ലെങ്കിൽ പ്രിപ്പോസിഷൻസ് യൂസ് ചെയ്തതിലോ ആർട്ടിക്കിൾ യൂസ് ചെയ്തതിലോ ഒക്കെ തെറ്റ് വരുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പൊ നമ്മൾ ഓരോ ടോപ്പിക്കും കൃത്യമായ രീതിയിൽ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇത് മുന്നോട്ടേക്ക് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, select the option that contains an error. Okay, I am dancing with my husband at my sister's wedding. I are dancing with my husband. ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചത് തന്നെ ആൻസർ ആണ്, അല്ലെ? നമ്മൾ പറയില്ലേ, പ്രീ കൺസീവ്ഡ് നോഷൻ നമ്മുടെ തലയിലുണ്ടാവും. ആവുമ്പോൾ അടുത്ത് കാണേണ്ട വേർഡ് എന്താണ് എന്ന് നമുക്കറിയാം, അല്ലെ? അവിടെ തന്നെയാണ് തെറ്റ് വന്നേക്കുന്നത്. കറക്റ്റ് ആണ്. ഇവിടെ ആറല്ല വേണ്ടത്, ആറിന് പകരം നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത് എന്താണ്? ഐയുടെ കൂടത്തിൽ യൂസ് ചെയ്യേണ്ടത് ആം ആണ്. സോ ഐ ആം ഡാൻസിങ് വിത്ത് മൈ ഹസ്ബൻഡ് അറ്റ് മൈ സിസ്റ്റേഴ്സ് വെഡിങ്. സോ ഐ ആം ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇവിടെ തെറ്റ് വന്നേക്കുന്നത് ഐ ആർ റൈറ്റിംഗ് ആണ്. ഹസ്ബൻഡ് അറ്റ് മൈ സിസ്റ്റേഴ്സ് വെഡിങ് വിത്ത് മൈ ഒക്കെ കറക്റ്റ് ആണ്. ഓക്കെ, ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. തെറ്റ് വന്നിരിക്കുന്ന ഭാഗം ഏതാണ്? ഐ ആറല്ല, ആറിന് പകരം ആം ആണ് യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ ആയല്ലോ? സെക്കൻഡ് വൺ, select the part that contains an error from the option. If you don't find an error, mark no error as your answer. Sometimes no error also, അല്ലെ? നമുക്ക് ചിലപ്പോൾ ആൻസർ തെറ്റൊന്നും വരാനും സാധ്യതയില്ല. My brother received his MBA degree into the university last year. My brother received, അത് കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. His MBA degree, അതും കറക്റ്റ് ആണോ? ഇവിടെ നമ്മൾ എന്താ, that contains an error ആണ് വേണ്ടത്, അല്ലെ? My brother received his MBA degree into the university. അവിടെ into ആണോ വേണ്ടത്? ഏതായിരിക്കാം കറക്റ്റ് അവിടെ യൂസേജ് വേണ്ടത്? From, isn't it? My brother received his MBA degree from the university last year. കഴിഞ്ഞ വർഷം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എന്നുള്ളത് ഫ്രം ആണ്. ഇനി ഇൻടു വരുന്ന സാഹചര്യം ഏതാണ്? ഐ എം എൻറോൾഡ് ഇൻ ടു എ യൂണിവേഴ്സിറ്റി. ഇൻടു അല്ലെ, എന്തിലെങ്കിലും എന്നുള്ളതിനെയാണ് ഇൻടു എന്ന് മീൻ ചെയ്യുന്നത്. ഐ പുട്ട് സം വാട്ടർ ഇൻ ടു ദ ജഗ്. ജഗിലേക്ക് വാട്ടർ ഒഴിച്ചു, വെള്ളം ഒഴിച്ചു. ഇവിടെ
യൂണിവേഴ്സിറ്റിയിലേക്കല്ലല്ലോ വന്നത്, അല്ല, യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് എനിക്ക് MBA ഡിഗ്രി കിട്ടിയത്. സോ നമ്മുടെ റൈറ്റ് ആൻസർ ഏതാണ്? സോറി, നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത് ഏതാണ്? MBA ഡിഗ്രി ഇൻടുവിന് പകരം നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഫ്രം ആണ്. മനസ്സിലായല്ലോ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, The following sentence has been divided into 4 segments. ഇത് നമ്മൾ പല പാറ്റേൺസിൽ വരുന്നതാണ് കേട്ടോ നമ്മൾ ചോദിച്ചേക്കുന്നത്. ഒരേപോലെ ഫോളോ ചെയ്യുന്നതല്ല. അത് ഇതിനകത്ത് അവർ കൃത്യമായി മെൻഷൻ ചെയ്യുന്നുണ്ട്. In which the article has been used incorrectly. ഓക്കെ, ആർട്ടിക്കിളിന്റെ ഉപയോഗമാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരാത്തത്. അപ്പൊ എളുപ്പമുണ്ട് നമുക്ക്, അല്ലെ? ആർട്ടിക്കിൾ ഏതാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഏതാണ് 3 തരത്തിലുള്ള ആർട്ടിക്കിൾസ്? എ ആൻഡ് ദ. ഇത് 3 ആർട്ടിക്കിൾ ആണ്. എയും ആനും ഏതാണ്? ഡെഫിനിറ്റ് ആണോ ഇൻഡെഫിനിറ്റ് ആണോ? ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. ഇതെന്തായിരിക്കാം? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. ഇസ്ന്റ് ഇറ്റ്? എന്തുകൊണ്ടാണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്? എയും ആനും സിംഗുലറിന് മുമ്പാണ് ഉപയോഗിക്കേണ്ടത്. ഐ വോണ്ട്, നിങ്ങൾ ഒരു കടയിൽ പോയി, ഐ വോണ്ട് ആൻ ആപ്പിൾ, എനിക്കൊരു ആപ്പിൾ വേണം. അയാൾ ആ ആപ്പിൾ കടക്കാരൻ അവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ആപ്പിൾ നിങ്ങൾക്ക് എടുത്തു തരും. ഇനി നിങ്ങൾ സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ഐ വോണ്ട് ദ റെഡ് കളർ ജ്യൂസി ആപ്പിൾ, ആ റെഡ് കളറിൽ ഇരിക്കുന്ന ആ ആപ്പിൾ ഇല്ലേ, അതാണ് എനിക്ക് വേണ്ടത്. അതിനെയാണ് നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ അവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ കൃത്യമാണല്ലോ, ഡെഫിനിറ്റ് ആണെങ്കിൽ ദയും ഇൻഡെഫിനിറ്റ് ആണെങ്കിൽ എയും ആനും ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, മാസ്റ്റർ സാം ഈസ് എ ഹെവിയസ്റ്റ് ബോയ് ഇൻ ഗ്രേഡ് 12. ഇവിടെ ഹെവി, ഹെവിയർ, ഹെവിയസ്റ്റ് എന്ന ഡിഗ്രി ഓഫ് കമ്പാരിസൺ ആണ്. ഇസ്ന്റ് ഇറ്റ്? ഹെവി എന്ന് പറയുന്ന പോസിറ്റീവ് ഡിഗ്രി, ഹെവിയർ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് ഡിഗ്രി, ഹെവിയസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഈസ് എ ഹെവിയസ്റ്റ്. അപ്പൊ നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുള്ള ഒരു റൂൾ ആണ്, സൂപ്പർലേറ്റീവ് ഡിഗ്രി നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ട ആർട്ടിക്കിൾ ഏതാണ്? ദ ഈസ് ദ ആർട്ടിക്കിൾ ദാറ്റ് യു നീഡ് ടു യൂസ് ബിഫോർ സൂപ്പർലേറ്റീവ് ഡിഗ്രി. അതൊരു റൂൾ ആണ് കേട്ടോ. ആർട്ടിക്കിൾ ദ ആണ് സൂപ്പർലേറ്റീവ് ഡിഗ്രിയുടെ കൂടെ ഉപയോഗിക്കേണ്ടത്. ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗേൾ ഇൻ ദ വേൾഡ്, അല്ലെ? ദ ഹാപ്പിയസ്റ്റ് പേഴ്സൺ, ദ ഹെവിയസ്റ്റ് ബോയ്. അപ്പൊ ഇവിടെ എക്ക് പകരം എന്താണ് നമുക്ക് യൂസ് ചെയ്യേണ്ട ആർട്ടിക്കിൾ? ദ ആണ് യൂസ് ചെയ്യേണ്ട ആർട്ടിക്കിൾ. അപ്പൊ മാസ്റ്റർ ശ്യാം is the heaviest boy in grade 12. അപ്പം നമുക്ക് തെറ്റ് വന്നത് എവിടെയാണെന്ന് മനസ്സിലായല്ലോ? ഇതിലാണ്. സോ ആൻസർ ഇസ് ഡി. ഡി ആണ് നമ്മുടെ ആൻസർ വരുന്ന ഭാഗം. അപ്പൊ മനസ്സിലാക്കേണ്ടത് ആർട്ടിക്കിൾസ് മൂന്നെണ്ണമാണുള്ളത്. എയും ആനും ദയും. എ ആൻഡ് ആൻ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. ദ എന്നുള്ളത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. ഇവിടെ എന്തുകൊണ്ട് നമ്മൾ ദ ഉപയോഗിക്കുന്നു എന്ന് വെച്ചാൽ സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് തൊട്ട് മുമ്പായിട്ട് ഉപയോഗിക്കേണ്ട ആർട്ടിക്കിൾ എയും ആനും അല്ല, മറിച്ച് ദയാണ്. ക്ലിയർ ആയല്ലോ? Next one. Select the option that corrects the error in the given sentence. ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. അതിലൊരു എറർ ആണുള്ളത്. ഒരു വേർഡ് ആണ് ഇവിടെ എറർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, he ran quick to catch the bus. ഏതായിരിക്കും ഇവിടെ കറക്റ്റ് ആൻസർ വരിക? he ran ഒരു adjective ആണ് വരേണ്ടത്. അയാൾ എങ്ങനെയാണ് ഓടിയത്? adjective എങ്ങനെയാ നമ്മൾ ഉണ്ടാക്കുക? ക്വിക്കിന്റെ കൂട്ടത്തില് ക്വിക്ക്ലി, അല്ലെ? ly യൂസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. adjectives വരാറുണ്ട്. ly യൂസ് ചെയ്യുന്നത് ക്വിക്ക്ലി, സ്ലോലി, പിന്നെന്താ പറയാ, ലൗഡ്ലി, ഫാസ്റ്റ്ലി, അല്ലെ? അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. സോ ly യൂസ് ചെയ്യുന്ന വേർഡ്സ് ആഡ്വേർബ്സ് ആണ്. ഞാൻ adjectives എന്നാണ് പറഞ്ഞത്, സോറി കേട്ടോ, ആഡ്വേർബ്സ് ആണ് കേട്ടോ. സോ അയാൾ എങ്ങനെ ഓടി? ക്വിക്ക്ലി ഓടി, അല്ലെ? വളരെ ക്വിക്ക്. അപ്പൊ ക്വിക്ക് എന്ന് പറയുന്ന വേർഡ് ഇവിടെ എന്താണ്? ആഡ്വേർബ് ആണ്. ആഡ് എന്ന് പറയുന്നത് ly കൂടെ ചേർത്താൽ മാത്രമേ ആഡ്വർബ് ആയി മാറുള്ളൂ. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? ആൻസർ ഡി ആണ്. അപ്പൊ ഇവിടെ ഒന്ന് ബാക്കിയുള്ള ഓപ്ഷൻസ് ഒന്ന് കേട്ടി നോക്കിയേ. ഹി റാൻ ക്വയറ്റ് ടു ക്യാച്ച് ദ ബസ്. ക്വയറ്റ് ആയിട്ട്, ശബ്ദം ഉണ്ടാക്കാതെ ഓടുക, അങ്ങനെയല്ലല്ലോ. ഹി റാൻ റാപ്പിഡ്, സ്പീഡിൽ ചെയ്യുന്നതിനെയാണ് റാപ്പിഡ് എന്ന് പറയുന്നത്. പക്ഷെ അതുമല്ല. ഇൻസിപ്പിഡ്, അതും അവിടെ ആപ്റ്റ് അല്ല. ഇവിടെ ക്വിക്കിന്റെ കൂടത്തിൽ ly കൂടെ ആഡ് ചെയ്താൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആഡ്വർബ്സ് കിട്ടും. ഓക്കെ, അപ്പൊ സെന്റൻസ് തന്നേക്കുന്ന കറക്റ്റ് ആണ്. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ആഡ്വർബ് സപ്ലൈ ചെയ്താൽ മാത്രം മതി. Parts of the following sentence has been given as option. Select the option that contains an error. Error ആണ് ഇവിടെ നമ്മൾ സ്പോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, രാഹുൽ thinks he is as smarter as his friends in the class. ഇവിടെ നമുക്ക് തെറ്റ് വന്നേക്കുന്ന ഭാഗം കമ്പാരിറ്റീവ് ഡിഗ്രിയുടെ യൂസേജ് ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് രാഹുൽ ചിന്തിക്കുന്നു അവന്റെ സുഹൃത്തുക്കളെക്കാളും ഫാസ്റ്റ് ആണ്, അല്ല സ്മാർട്ട് ആണ്. സോ രാഹുൽ തിങ്സ് എന്താണ്? രാഹുൽ തിങ്സ് ഇവിടെ ഉണ്ട്, അത് കറക്റ്റ് ആണ്. ഇനി അടുത്തത് ഏതാ? ഹി ഈസ് ആസ് സ്മാർട്ട് ആസ്. അവിടെയാണ് നമ്മുടെ പ്രോബ്ലം വന്നേക്കുന്നത്. നമ്മുടെ ആൻസർ ഇതാണ് വന്നേക്കുന്നത്.
എന്തുകൊണ്ടാണ് അവിടെ വന്നത്? ഹി ഈസ് ആസ് സ്മാർട്ടർ ആസ് അല്ല, ഹി ഈസ് ആസ് സ്മാർട്ട് ആസ് എന്നാണ് കറക്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഹി ഈസ് ആസ് സ്മാർട്ട് ആസ് കറക്റ്റ് ആയിട്ടുള്ള കമ്പാരിറ്റീവ് ഡിഗ്രി, ഇതൊരു കമ്പാരിറ്റീവ് ഡിഗ്രി ആണ് അല്ലെ? ആ കമ്പാരിറ്റീവ് ഡിഗ്രി നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണ്? ആസ് സ്മാർട്ട് ആസിന്റെ ഉപയോഗം വരുമ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കേണ്ട കാര്യമില്ല, സ്മാർട്ട് മാത്രം മതി. ആസ് ഹിസ് ഫ്രണ്ട്സ് ഇൻ ദ ക്ലാസ്, ആസ് ഹിസ് ഫ്രണ്ട്സ് കറക്റ്റ് ആണ്, ഇൻ ദ ക്ലാസ് കറക്റ്റ് ആണ്. സോ രാഹുൽ അവന്റെ സുഹൃത്തുക്കളെക്കായാലും അല്ലെ സ്മാർട്ട് ആണ്, അവൻ സ്മാർട്ട് ആണ് എന്ന് സ്വയം ചിന്തിക്കുന്നു. isn't it? സോ ആസ് വരുമ്പോ നമ്മൾ ആഡ് ചെയ്യേണ്ട കാര്യമില്ല, ആസ് സ്മാർട്ട് ആസ് ഗുഡ് ആസ്, ഓക്കെ, ആസ് ക്ലെവർ ആസ്, അങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. The following sentence has been split into 4 segments. Identify the segment that contains a grammatical errors. 4 segment ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണത്തില് grammatical error ഉണ്ട്, നമ്മൾ കണ്ടുപിടിക്കണം. Okay. By the end of this month, he will be working for 5 years. For 5 years ആണോ, will be working ആണോ, by the end ആണോ, this month he ആണോ? ഇവിടെ എന്താ പ്രശ്നം പറ്റിയേക്കുന്നത് വെച്ചാൽ ടെൻസിന്റെ ഉപയോഗത്തിലാണ് പ്രശ്നം പറ്റിയേക്കുന്നത്. ഓക്കെ, ബൈ ദ എൻഡ് ഓഫ് ദിസ് മന്ത്, ഈ മാസം അവസാനത്തോടു കൂടി ഹി വിൽ ബി വർക്കിംഗ് ഫോർ 5 years അല്ല അവിടെ വരണ്ടേ. അവിടെ എന്താണ്? ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് നമ്മൾ വേണ്ടത്. ഓക്കെ, വിൽ ഹാവ് ബീൻ വർക്കിംഗ്, വിൽ ബീൻ വർക്കിംഗ് എന്ന് നമ്മൾ പറയില്ല, അതിന് കൂട്ടത്തില് നമ്മൾ ഹാവ് കൂടെ ആഡ് ചെയ്യണം. അപ്പൊ ഈ വർഷം അവസാനത്തോടു കൂടി, അപ്പൊ എങ്ങനെയാ അത് നമ്മൾ എന്താ എങ്ങനെ എഴുതുക? സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് ing ഫോം ഓഫ് വെർബ്. ഓക്കെ, ഇതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. മനസ്സിലായോ? ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഓക്കെ, സോ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ എങ്ങനെയാണ്? സബ്ജക്ട് അവൻ ഹി വിൽ have been working for 5 years, for object ആണ്. ഓക്കെ, സോ അവൻ 5 കൊല്ലമായി വർക്ക് ചെയ്തു കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? വിൽ ബീൻ വർക്കിംഗ് ഇസ് റോങ്. വില്ലിന്റെ കൂട്ടത്തിൽ ഹാവ് കൂടെ ആഡ് ചെയ്തെങ്കിൽ മാത്രമേ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമുക്ക് കിട്ടുള്ളൂ. ക്ലിയർ ആയല്ലോ? The following sentence has been split into 4 segments. 4 സെഗ്മെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. Identify the segment that contains the grammatical errors. Okay, നമുക്ക് കണ്ടുപിടിച്ചാലോ? My dog barks very louder at night. എന്തിനാ ഇവിടെ ലൗഡർ അല്ലേ? ഇവിടെ ആരെങ്കിലും കമ്പയർ ചെയ്യുന്നുണ്ടോ? ലൗഡ്, ലൗഡർ, ലൗഡസ്റ്റ്. ലൗഡ് എന്താണ്? പോസിറ്റീവ് ഡിഗ്രി. ലൗഡർ എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ് ഡിഗ്രി. ലൗഡസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർലേറ്റീവ് ഡിഗ്രി. നമ്മള് ലൗഡർ യൂസ് ചെയ്യുന്നത് ഒരാളെ വേറെ ഒരാളുമായി കമ്പയർ ചെയ്യുമ്പോഴാണ്. സൂപ്പർലേറ്റീവ് ഒരാളെ കുറെ അധികം ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സൂപ്പർലേറ്റീവ്. മൊത്തം ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി യൂസ് ചെയ്യും. ഇവിടെ എന്തെങ്കിലും കമ്പാരിസൺ നടക്കുന്നുണ്ടോ? എന്റെ നായ ബാർക്സ്. ഇവിടെ നായ സിംഗുലർ ആയത് കാരണം ബാർക്സ് ആണ്, അവിടെ അത് കറക്റ്റ് ആണ് യൂസേജ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡൗട്ട് വരാം, സബ്ജക്ട് വെർബ് എഗ്രിമെന്റിൽ ആണോ പ്രശ്നം? എന്റെ നായ മൈ ഡോഗ് ബാർക്സ്, ബാർക്സ് തന്നെയാണ് അല്ലെ? സിംഗുലർ ആകുമ്പോൾ എസ് ഓർ എസ് ആഡ് ചെയ്യണം. ഇനി വെരി ലൗഡർ, ഇവിടെ വെരി ലൗഡർ അല്ലെ? അങ്ങനെ നമുക്ക് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. isn't it? ലൗഡർ itself is comparative. ഇവിടെ വെരി ലൗഡർ എന്നുള്ളത് കമ്പാരിറ്റീവ് ആണ്. ഇവിടെ നമ്മൾക്ക് എന്താണ് വേണ്ടത്? എങ്ങനെ ശബ്ദിച്ചു? വെരി ലൗഡ്ലി അറ്റ് നൈറ്റ്. അവിടെ ആഡ്വർബ് ആണ് നമുക്ക് ആവശ്യം. ഓക്കെ, ഇവിടെ ഒരു ആഡ്വർബിന്റെ ആവശ്യമാണുള്ളത്, അല്ലാതെ അവിടെ കമ്പാരിറ്റീവ് ഡിഗ്രി യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നായയെ വേറെ എന്തെങ്കിലും ആയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ടോ? എന്റെ നായ അപ്പുറത്തെ നായേക്കാളും എന്താ പറയാ, ഉച്ചത്തിൽ ഊലിയിട്ടു അല്ലെ കുറച്ചു എന്നാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഇവിടെ there is no comparison, അവിടെ ഒരു കമ്പാരിസണും ഇല്ല. അപ്പൊ എന്താണ്? മൈ ഡോഗ് ബാർക്സ് വെരി ലൗഡ്ലി അറ്റ് നൈറ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ വെരി ലൗഡർ ഇവിടെ റോങ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. ക്ലിയർ ആയല്ലോ? Part of the sentence has been given as option. Select the option that contain an error. No other place in this country is so better as Gulmarg, Kashmir. No other place in this country is so better as. എന്താണ് ഇവിടെ തെറ്റ് പറ്റിയത്? നമ്മൾ നേരത്തെ ഒരെണ്ണം ചെയ്തു അല്ലെ? പക്ഷെ അതിന്റെ നടുക്കത്തെ വേർഡ് ആയിരുന്നു റോങ് അല്ലെ? ഇവിടെ സോ ബെറ്റർ ആസ് നമ്മൾ ചെയ്തത് എന്താണ്? ആസ് ബെറ്റർ ആസ് അല്ലെ? അതല്ലേ വേണ്ടേ? ആസിന്റെ ഉപയോഗമാണ്. isn't it? അല്ല, അങ്ങനെയല്ല. ആസ് ബെറ്റർ ആസ് ഇവിടെ നമുക്ക് ആവശ്യമില്ലല്ലോ.
ആസ് ബെറ്റർ ദാൻ ആണ് ഇവിടെ വേണ്ടത്. ഓക്കെ, സോ ആസ് ബെറ്റർ ദാൻ എന്ന് എഴുതാം, അല്ലെങ്കിൽ ആസ് ഗുഡ് ആസ്. ഇവിടെ കമ്പാരിറ്റീവ് ഡിഗ്രിയുടെ കൂട്ടത്തിൽ ആസ് യൂസ് ചെയ്ത കേട്ടോ. അപ്പൊ നമ്മൾ എന്താ, നോ അതർ പ്ലേസ് ഇൻ ദിസ് കൺട്രി ഇസ് ആസ് ഗുഡ് ആസ് ഗുൽമാർഗ് കശ്മീർ. അതായിരിക്കും കുറച്ചുകൂടെ കറക്റ്റ്. ഇസ് ആസ് ബെറ്റർ ദാൻ ആസ് ഗുൽമാർഗ്, ബെറ്റർ ദാൻ ഗുൽമാർഗ് കശ്മീരിനെക്കാളും ഈ ഒരു യൂസേജിനെക്കാളും ഈ ഒരു യൂസേജ് ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരാനുള്ളത്. സോ നോ അതർ പ്ലേസ് ഇൻ ദിസ് കൺട്രി ഇസ് ആസ് ഗുഡ് ആസ് ഗുൽമാർഗ് കശ്മീർ. കശ്മീർ, ഗുൽമാർഗ്, കശ്മീരിനെ പോലെ ഭംഗിയുള്ള ഒരു സ്ഥലവും ഈ രാജ്യത്തിൽ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാ? സോ ബെറ്റർ ആസ് ആണ് നമുക്ക് ഇവിടെ ആൻസർ. അത് സോയ്ക്ക് പകരം നമുക്ക് ആസ് ഗുഡ് ആസ് ആണ് യൂസ് ചെയ്യേണ്ടത്. പോസിറ്റീവ് ഡിഗ്രി ആയിരിക്കണം ആസിന്റെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, കമ്പാരിറ്റീവ് ഡിഗ്രി നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ആസ് ഗുഡ് ആസ് എന്നേ പറയാൻ പാടുള്ളൂ. Part of the following sentence has been underlined and is given as option. Select the option that contains an error. Okay. ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ടില്ല, പക്ഷെ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, ദ സൂപ്പർ മാർക്കറ്റ് ഈസ് ഓപ്പൺ ഫ്രം 10 AM സ്റ്റിൽ 9 PM. എന്താണ് ഇവിടെ തെറ്റിപ്പോയത്? നിങ്ങൾക്ക് കിട്ടിയെന്ന് എനിക്കറിയാം. ഓപ്പൺ ആണോ പ്രശ്നം? ഫ്രം 10 AM ആണോ? ദ സൂപ്പർ മാർക്കറ്റ് ആണോ? സ്റ്റിൽ 10 PM ആണോ? ഇത് എല്ലാവർക്കും അറിയാവുന്ന ആൻസറാ. സ്റ്റിൽ അല്ല, ടിൽ 10 PM മതി അല്ലെ? 10 AM ടിൽ 10 PM. ദിസ് ഇസ് ദ റൈറ്റ് ആൻസർ അല്ലെ? ഇവിടെ സ്റ്റിൽ വേണ്ട, നമുക്ക് എന്ത് മതി? ടിൽ മതി. ഓക്കെ, സോ സൂപ്പർ മാർക്കറ്റ് ഇസ് ഓപ്പൺ ഫ്രം 10 AM ടു 10 PM എന്ന് മതി, പക്ഷേ ടിൽ അവിടെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം കൂടി ഉണ്ട്, അൺടിൽ. ഓക്കെ, ടിൽ അല്ലെങ്കിൽ അൺടിൽ, ഈ രണ്ടെണ്ണം നമുക്ക് അവിടെ യൂസ് ചെയ്യാം. 2 is also correct. Is open from 10 AM to 10 PM. ഓക്കെ, അതും കറക്റ്റ് ആണ്. The following sentence has been split into 4 segments. Identify the segment that contains an error. He was bad injured in the last match. ഇവിടെ എങ്ങനെ ഇഞ്ചുവേർഡ് ആയി? ഏത് തരത്തിലുള്ള ഒരു ഇഞ്ചുറിയാണ്? അവിടെ എന്താണ് ആഡ്വർബ് ആണ് വേണ്ടത്. എങ്ങനത്തെ ഇഞ്ചുറി ആണുള്ളത്? ബാഡ് ഇഞ്ചേർഡ്. ഇവിടെയാണ് പ്രശ്നം ഇരിക്കുന്നത്. ലാസ്റ്റ് മാച്ച് കറക്റ്റ് ആണ്, ഇൻ ദ കറക്റ്റ് ആണ്, ഹി വാസ് കറക്റ്റ് ആണ്. അപ്പൊ ഹി വാസ് എങ്ങനെ ഇഞ്ചുവേർഡ് ആയി? ബാഡ്ലി ഇഞ്ചുവേർഡ് അല്ലെ? ഹി വാസ് ബാഡ്ലി ഇഞ്ചുവേർഡ് എന്നാണ് വേണ്ടത്. ബാഡ്ലി എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള ഇന്റൻസിറ്റി ഓഫ് ആൻ ഇഞ്ചുറി ആണ് അല്ലെ? അപ്പൊ ഇവിടെ എന്തായിട്ടാണ് യൂസ് ചെയ്യുന്നത്? ആഡ്വർബ് ആയിട്ട് യൂസ് ചെയ്യണം. അപ്പൊ ബാഡിന്റെ ആഡ്വർബ് എന്ത് ചെയ്യണം? ബാഡ് പ്ലസ് ly യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ബാഡ്ലി. ഓക്കെ, മനസ്സിലായില്ലേ? സോ ഹി വാസ് ബാഡ്ലി ഇഞ്ചുവേർഡ് ഇൻ ദ ലാസ്റ്റ് മാച്ച്. ക്ലിയർ ആണല്ലോ? സോ ഇപ്പൊ നിങ്ങൾക്ക് അതെ നമ്മൾ മാർക്ക് ചെയ്തോ? യെസ്, ബാഡ് ഇഞ്ചുവേർഡ് അല്ല, ബാഡ്ലി ഇഞ്ചുവേർഡ് ആണ്. അപ്പൊ ഈ ഒരു സ്പോട്ട് എററിന്റെ ഒരു 10 ഡിഫറെന്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. മനസ്സിലായല്ലോ? ഈ 10 ചോദ്യം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അല്ലെ? സോ എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇതൊരു വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. എല്ലാവരും വാച്ച് ചെയ്യുക. ഫ്രണ്ട്സിനോട് എക്സാം എഴുതുന്ന ഫ്രണ്ട്സിനോട് നിങ്ങൾ ഡെഫിനറ്റ്ലി പറയുക. കാരണം എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ ഇത്. ഓക്കെ, നമ്മൾക്ക് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ എല്ലാവരും എക്സാം പ്രിപ്പയർ ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് ജോലി ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? ഇന്ന് ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും ജോലി ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾക്ക് എന്താവുള്ളൂ, ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഇൻഡിപെൻഡൻസ്, സമൂഹത്തിൽ ഒരു സ്ഥാനം, ഇതെല്ലാം ഡിറ്റർമിൻ ചെയ്യുന്ന ഒരുപാട് ഘടകങ്ങളിൽ ഒന്നാണ് ജോലി എന്ന് പറയുന്നത് അല്ലെ? ജോലി കൊണ്ട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഡീൽ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. നിങ്ങൾ എന്താ പറയുക, ഡിസപ്പോയിന്റ്മെന്റ് ഒന്നും വേണ്ട. നല്ല പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി സാധിക്കുന്ന കാര്യമാണ് ഇതുപോലെ എക്സാംസ് ക്രാക്ക് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ ഒന്ന് ഇരുന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കിയിരുന്നേ. ഒരു മനുഷ്യന് സാധിക്കാതെ വരുന്ന കാര്യങ്ങളൊക്കെ എന്താ ഉള്ളത്? വളരെ ചുരുക്കം കാര്യങ്ങളേ ഉള്ളൂ. എക്സാം ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പത്തിൽ കഴിയും. നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് മനസ്സ് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു കോൺസെപ്റ്റ്സും കാര്യങ്ങളും ഒക്കെ പഠിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. ഓക്കെ, ഇത് ഹാർഡ് നട്ട് ടു ക്രാക്ക് ഒന്നും അല്ല. ഓക്കെ, അത് മനസ്സിലാക്കാം. എന്താ ഹാർഡ് നട്ട് ടു ക്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അല്ലെ? നമുക്ക് ഒരു നട്ട് എടുത്തിട്ട് പൊട്ടിക്കാൻ പാടുള്ളത് എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് സാധിക്കാത്ത കാര്യമൊന്നും അല്ല എന്നാണ് നമ്മൾ അതിന്റെ മീനിങ്. അതൊരു ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ ആണ്, അത് പഠിച്ചു വെച്ചോളൂ കേട്ടോ. സോ ഈ ഒരു 10 ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പോകുന്നത് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. എളുപ്പമാണേ. ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിന്റെ ആദ്യത്തെ റൂൾ തന്നെ ഞാൻ ഇവിടെ ഒന്ന് എഴുതിയിട്ടേക്കാം. V+V3 ഫോം. ഓക്കെ, അതായത് ബിയുടെ കൂട്ടത്തില് പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം. ഈ ബി ആണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യേണ്ട കാര്യം. ഓക്കെ, സോ V+V3 ഫോം ഓഫ് ദ വെർബ് ആണ് നമ്മൾ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിന്റെ കൂട്ടത്തിൽ ഉപയോഗിക്കേണ്ടത്.
സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് എക്സ്പ്രസസ് ദ ഗിവൻ സെന്റൻസ് ഇൻ ടു പാസീവ് വോയിസ്. ചില സമയത്ത് ആക്റ്റീവ് വോയിസിലോട്ട് മാറ്റം പറയാറുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ച് ചെയ്യണേ. ഇഷിക സോ ദ ടൈഗർ ഇൻ ദ ഫോറസ്റ്റ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? സബ്ജക്റ്റും ഒബ്ജക്റ്റും കണ്ടെത്തുക. സബ്ജക്ട് ആരാണ്? ഇഷിക. ടൈഗർ ആണ് ഒബ്ജക്ട്. ഓക്കെ, ഇൻ ദ ഫോറസ്റ്റ് അഡീഷണൽ ഇൻഫർമേഷൻ ആണ്. അപ്പൊ അതെടുത്ത് മാറ്റി വെക്കുക. ഇനി ഈ ഒബ്ജക്റ്റിനെ നേരെ എടുത്ത് സബ്ജക്റ്റിന്റെ ഭാഗത്ത് കൊണ്ടിടുക. അപ്പൊ ദ ടൈഗർ. ഇനി എന്ത് ചെയ്യണം? സോ ഏത് ടെൻസ് ആണ്? പാസ്റ്റ് ടെൻസ് ആണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ഉള്ള സാധനത്തിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വാസ് അല്ലെങ്കിൽ വേർ. സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ളതിനെ പാസീവ് വോയിസിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് V3 ഫോം ആണ് യൂസ് ചെയ്യേണ്ടത്. ഓർത്തോണം, സിംഗുലർ ആണെങ്കിൽ വാസ് എന്നും പ്ലൂറൽ ആണെങ്കിൽ വേർ എന്നും. അപ്പൊ ഇവിടെ ടൈഗർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, സിംഗുലർ അല്ലേ? അപ്പൊ എന്താണ്? ടൈഗർ. നമുക്ക് ഇവിടെ ആൻസർ ഇവിടെ എഴുതി പോവാലോ. അപ്പൊ നിങ്ങൾക്ക് കിട്ടും. എവിടെ എഴുതണം? ഇവിടെ എഴുതാം. ദ ടൈഗർ വാസ്. ടൈഗർ സിംഗുലർ അല്ലേ? ഇനി സി, ഇവിടെ സോ ആണ് വന്നിരിക്കുന്നത്. സിയുടെ പാസ്റ്റ് ടെൻസ് ആണ് സോ. അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? എന്താണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ? സീൻ. isn't it? was seen. ആര്? was seen by ഇഷിക. അത് വേണം കേട്ടോ, കാരണം ഇവിടെ ഇഷികയെ കുറിച്ച് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സംബഡി, സംവൺ, എനിവൺ, നോ വൺ എന്നൊക്കെയാണ് വരുന്നെങ്കിൽ അത് ബൈ ആരാന്ന് എഴുതേണ്ട കാര്യമില്ല അവിടെ. ഓക്കെ, ഇറലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് സബ്ജക്ട് എങ്കിൽ, ഇറലവെന്റ് ആണ് അല്ലെങ്കിൽ നമുക്ക് കൃത്യത ഇല്ലാത്ത അറിവാണെങ്കിൽ അത് നിങ്ങൾ മെൻഷൻ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. ഓക്കെ, സോ ദ ടൈഗർ വാസ് സീൻ ബൈ ഇഷിക. എവിടെയാണ് കണ്ടത്? ഇൻ ദ ഫോറസ്റ്റ്. ഓക്കെ, ക്ലിയർ ആയോ? ദ ടൈഗർ വാസ് സീൻ ബൈ ഇഷിക ഇൻ ദ ഫോറസ്റ്റ്. അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് മനസ്സിലായല്ലോ. ആദ്യം സബ്ജക്ട്, വെർബ്, ഒബ്ജക്ട് കണ്ടെത്തുക. ആ ഒബ്ജക്റ്റിനെ എടുത്ത് സബ്ജക്റ്റിന്റെ ഭാഗത്തേക്ക് ഇടുക. സബ്ജക്റ്റ് ആണ് ടൈഗർ വന്നത്. ഇനി ടൈഗർ സീൻ സോ ഇഷിക എന്നല്ലല്ലോ നമ്മൾ എഴുതണ്ടേ. ഈ സോ എടുക്കണം. ഏത് ടെൻസ് ആണെന്ന് നോക്കണം. സിമ്പിൾ പ്രസന്റ് ആണോ, സിമ്പിൾ പാസ്റ്റ് ആണോ, സിമ്പിൾ ഫ്യൂച്ചർ ആണോ? ഓരോന്നിനും ഓരോ രീതിയിലാണ്. ഓക്കെ, പക്ഷെ ബേസ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണ്ടേ ബി. ബി എന്ന് പറഞ്ഞാൽ വെർബ്, വെർബ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ് ആണ്. ഓക്കെ, ഇവിടെ ബി എന്ന് പറയുന്നത് വാസ് വേർ ആകാം, ഈസ് ആം ആർ ആകാം, വിൽ പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് ആകാം. മനസ്സിലായില്ലേ? അത് നമ്മുടെ ടെൻസിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോ ഇവിടെ നമ്മൾ സോ എടുത്തത് നേരെ വന്നപ്പോ വാസ് സീൻ ആയി. ഈ രണ്ട് ആൻസറിനാണ് വാസ് സീൻ ഉള്ളത്. ഇനി ആരാ കണ്ടത്? ബൈ ദ ഫോറസ്റ്റ് ആണോ കണ്ടത്? ബൈ ഇഷികയാണോ കണ്ടത്? ഓബ്വിയസ്ലി ബൈ ഇഷികയാണ് കണ്ടത്. എവിടെ വെച്ച്? ഇൻ ദ ഫോറസ്റ്റ്. അഡീഷണൽ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അത് എഴുതി ചേർക്കാൻ മറക്കരുത്. അപ്പൊ നമ്മുടെ ആൻസർ സി. സിയിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. യെസ്, സോ ദ ടൈഗർ വാസ് സീൻ ബൈ ഇഷിക ഇൻ ദ ഫോറസ്റ്റ്. ഇനി ഗിവൻ സെന്റൻസിന്റെ പാസീവ് വോയിസ് തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് റൂൾ അറിയാലോ, ബി പ്ലസ് V3. ദ സ്കൂൾ വിൽ ഹയർ ന്യൂ ടീച്ചേഴ്സ്. ആദ്യം നമ്മൾ ആദ്യം നിങ്ങൾ പഠിക്കേണ്ട ടെൻസ് ആണ്. ഓക്കെ, നമുക്ക് എത്ര ടെൻസ് ഉണ്ട്? 12 ടെൻസസ് ഉണ്ട് അല്ലെ? എന്താ പറയാ? സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് continuous, past perfect continuous, sorry, past perfect continuous, simple future, future continuous, future perfect continuous. ഇങ്ങനെ 12 ടെൻസസ് ആണുള്ളത്. കൃത്യമായി ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾ ഒരു ചാർട്ട് ഉണ്ടാക്കുക, ചെറിയ A4 ഷീറ്റിൽ ഉണ്ടാക്കുക. എന്നിട്ട് പ്രസന്റ് ടെൻസ്, സിമ്പിൾ ടെൻസസ്, സിമ്പിൾ എന്നുള്ളത് പ്രസന്റ്, ഫ്യൂച്ചർ അല്ലെ പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ, ഇവിടെ സിമ്പിൾ എഴുതുക. എന്നിട്ട് കണ്ടിന്യൂസ് എഴുതുക, പെർഫെക്റ്റ് എഴുതുക, പെർഫെക്റ്റ് കണ്ടിന്യൂസ് എഴുതുക. എന്നിട്ട് ഇത് കമ്പയർ ചെയ്ത് പഠിക്കുക. എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ഞാൻ അങ്ങനെയാ പഠിച്ചത്. ഓക്കെ, ഞാൻ ഈ കുട്ടികളെ പഠിപ്പിക്കുന്നതും അങ്ങനെ തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ടെൻസ് തറവായോ, പാസീവ് വോയിസ്, ആക്റ്റീവ് വോയിസ്, റിപ്പോർട്ടഡ് സ്പീച്ച്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും. കാണുമ്പോൾ തന്നെ നിങ്ങൾ ഡിറ്റർമിൻ ചെയ്യണം ഇത് ഏത് ടെൻസാ. ദ സ്കൂൾ വിൽ ഹയർ ന്യൂ ടീച്ചേഴ്സ്, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ്, ഒരു സംശയവും ഇല്ല അല്ലെ? The school will hire new teacher. അപ്പൊ നമ്മൾ എങ്ങനെയാ ഇവിടെ കണ്ടുപിടിക്കണ്ടേ? സബ്ജക്ട് ഏതാ? സ്കൂൾ ആണ്. വിൽ ഹയർ എന്താണ്? വെർബ് ആണ്, അത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലാണ്. ന്യൂ ടീച്ചേഴ്സ് എന്താണ്? ഒബ്ജക്റ്റ് ആണ്. അഡീഷണൽ ഇൻഫർമേഷൻ ഒന്നും ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ന്യൂ ടീച്ചേഴ്സിനെ എടുത്ത് ഫ്രണ്ടിലേക്ക് ഇട്ടു അല്ലെ? അപ്പൊ ന്യൂ ടീച്ചേഴ്സ് നമുക്ക് കിട്ടി. ഞാൻ ഷോർട്ട് ഫോമിലൊക്കെ ആട്ടോ എഴുതുന്നേ, വെറുതെ സമയം കളയണ്ടല്ലോ. ന്യൂ ടീച്ചേഴ്സ്
ഇനി എന്ത് ചെയ്യണം? ബി പ്ലസ് വി ത്രീ ആണ്. അപ്പൊ വിൽ അതേപടി എഴുതുക. വിൽ ബി ഹയറിന്റെ വി ത്രീ ഫോം എന്താ? ഹയർ, ഹയേർഡ്, ഹയേർഡ്. വിൽ ബി ഹയേർഡ് ബൈ ആരാണ്? ദ സ്കൂൾ. ഇവിടെ ദ സ്കൂൾ വിൽ ബി ഹയറിംഗ് ന്യൂ ടീച്ചേഴ്സ് ആദ്യം തന്നെ നമ്മൾ വെട്ടി. ന്യൂ ടീച്ചേഴ്സ് വിൽ ജോയിൻ ദ സ്കൂൾ, യാതൊരു ബന്ധവും ഇല്ല ക്വസ്റ്റ്യനുമായിട്ട്. ന്യൂ ടീച്ചേഴ്സ് ആർ ഹയേർഡ് ബൈ ദ സ്കൂൾ, നോ. നമുക്ക് വേണ്ടത് വിൽ ബി ഹയേർഡ് ആണ്. അതായത് വിൽ അല്ലെങ്കിൽ ഷാൽ പ്ലസ് ബി പ്ലസ് വി ത്രീ ഫോം ആണ് ഫ്യൂച്ചർ ടെൻസിൽ നിന്ന്. സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ, തന്നിരിക്കുന്ന സെന്റൻസ് സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ അത് നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ വിൽ അല്ലെങ്കിൽ ഷാൽ യൂസ് ചെയ്താലും മതി. വിൽ പ്ലസ് ബി പ്ലസ് വി ത്രീ ഫോം പഠിച്ചു വെച്ചോളൂ. വിൽ പ്ലസ് ബി പ്ലസ് വി ത്രീ ഫോം. ഓക്കെ, അപ്പൊ ന്യൂ ടീച്ചേഴ്സ് വിൽ ബി ഹയേർഡ് ബൈ ദ സ്കൂൾ. ക്ലിയർ ആയോ? അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? ഡി ഇസ് ദ റൈറ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് വൺ, പാസീവ് വോയിസിൽ എക്സ്പ്രസ് ചെയ്തേക്കുന്ന ആൻസർ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, രവി വിൽ പ്ലേ ദ മാച്ച്. രവി എന്ത് ചെയ്യും? മാച്ച് പ്ലേ ചെയ്യും. അപ്പൊ അതെങ്ങനെയാ നമ്മൾ പറയാ? രവി വിൽ പ്ലേ ആണ്. ഇത് again ഏത് ടെൻസ് ആണ്? സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ്. രവി സബ്ജക്ട്, വിൽ പ്ലേ ഇസ് ദ വെർബ്, ഒബ്ജക്ട് ഇസ് ദ മാച്ച്. അപ്പൊ മാച്ചിന് എടുത്ത് ആദ്യം ഇട്ടു. ദ മാച്ച് നമ്മൾ പഠിച്ചത് ഏതാണ്? സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണെങ്കിൽ വിൽ പ്ലസ് ബി പ്ലസ് വി ത്രീ ഫോം. അപ്പൊ എങ്ങനെ വേണം? ദ മാച്ച് വിൽ ബി പ്ലേയുടെ വി ത്രീ ഏതാ? പ്ലേഡ് ബൈ രവി. The match will be played by Ravi. The match is played by Ravi. ആണോ? അല്ല. The match will have been played by Ravi വേണ്ടല്ലോ. The match will be playing by Ravi. Wrong ആണ്. The match will be played by Ravi is the right answer. So our answer is D. Clear ആയില്ലേ? Next one, the meal was not prepared by us. ഇനി ഇത് തിരിച്ച് ആക്റ്റീവ് വോയിസിലോട്ട് മാറ്റണം അല്ലെ? The meal ആണ് ഇവിടെ ഒബ്ജക്ട്. ഇവിടെ സബ്ജക്ട് ആണെങ്കിൽ ഇത് ഒബ്ജക്ട് ആണ്. Isn't it? Was not prepared ഇവിടെ വെർബാണ്. ബൈ അസ്. അസിനെ ഇപ്പുറത്തേക്ക് മാറ്റുമ്പോ ഞങ്ങൾ എന്നാണ് വേണ്ടത്. അപ്പൊ നമ്മൾ വി ആക്കി മാറ്റണം. Isn't it? വി was prepared. Was prepared എന്ന് പറഞ്ഞ ഏത് ടെൻസ് ആയിരിക്കും നമ്മൾ പറഞ്ഞത്? സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ആക്റ്റീവ് വോയിസ് ആണെങ്കിൽ മാത്രമേ, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആക്റ്റീവ് വോയിസ് ആണെങ്കിൽ മാത്രമേ വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് വി ത്രീ ഫോം യൂസ് ചെയ്യുള്ളൂ എന്ന് നമ്മൾ ആദ്യത്തെ എക്സസൈസിൽ കണ്ടതാണ് അല്ലേ? ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. അത് നമ്മൾ പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് വി ത്രീ ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഓൾറെഡി ആൻസർ തന്നേക്കുന്നത് വാസ് പ്രിപ്പയർഡ്, വാസ് നോട്ട് പ്രിപ്പയർഡ് ആണ്. അപ്പൊ നമ്മൾ നേരെ തിരിച്ച് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റിയാൽ മതി. വി എന്താണ്? എന്തായിരിക്കും കറക്റ്റ് ആൻസർ വരിക? വി ഏതായിരിക്കും ആൻസർ വരാൻ സാധ്യതയുള്ളത്? ഇവിടെ ഹാഡ് നോട്ട് ആണോ? ഹാഡ് നോട്ട് ഒരിക്കലും വരില്ല. നമുക്ക് വരാൻ സാധ്യതയുള്ള ഡിഡ് നോട്ട് ആണ്. ഓക്കെ, ആ ഡിഡ് നോട്ട് പ്രിപ്പയർഡ് എന്ന് വരുമോ? ഇല്ല, ഡിഡ് നോട്ട് പ്രിപ്പയർ. അപ്പൊ എങ്ങനെയാ പറയാ? വി ഡിഡ് നോട്ട് വേണം, കാരണം നോട്ട് ഇവിടെ ഓൾറെഡി ഉണ്ട്. വി ഡിഡ് നോട്ട് പ്രിപ്പയർ ദ മീൽ. നമുക്ക് ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. വി ഡിഡ് നോട്ട് പ്രിപ്പയറിംഗ് ദ മീൽ റോങ് ആണ്. വി ഡിഡ് പ്രിപ്പയർ ദ മീൽ ബിക്കോസ് ഇത് തെറ്റായത് എന്തുകൊണ്ടാണ്? നോട്ട് വന്നിട്ടില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി എന്തുകൊണ്ട് ഡിഡ് നോട്ട് വന്നു എന്ന് നമുക്കിതൊന്ന് തിരിച്ചൊന്ന് നോക്കിയേ. മീൽ, ദ മീൽ നമുക്ക് പാസീവ് വോയിസിലേക്ക് കിട്ടുകയാണ്. ദ മീൽ ഡിഡ് നോട്ട് പ്രിപ്പയർ ഏത് ടെൻസ് ആണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് അല്ലെ? ഡിഡ് നോട്ട് പ്രിപ്പയർ. പ്രിപ്പയർഡിന്റെ നെഗറ്റീവ് ഫോം ആണ് ഡിഡ് നോട്ട് പ്രിപ്പയർ എന്ന് പറയുന്നത്. മനസ്സിലായോ? പ്രിപ്പയർഡിനെ നെഗറ്റീവ് ആക്കാൻ പറഞ്ഞാൽ അത് ഏതാണ്? ഡിഡ് നോട്ട് പ്രിപ്പയർ. ഈ നോട്ട് വന്ന കാരണം നോട്ട് പ്രിപ്പയർഡ് എന്ന് പറയാൻ പറ്റില്ല. അതിന് മുമ്പ് നമുക്ക് ഡിഡ് എന്നുള്ള ഒരു ഓക്സിലറി വെർബ് ആവശ്യമാണ്. അപ്പൊ നമ്മൾ വി ഡിഡ് നോട്ട് പ്രിപ്പയർ ദ മീൽ. ദ മീൽ വാസ് നോട്ട് പ്രിപ്പയർഡ് ബൈ അസ്. ഇപ്പൊ നിങ്ങൾ തിരിച്ചൊന്ന് നോക്കിയേ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? അപ്പൊ ആൻസർ ബി ആണ്. എന്തുകൊണ്ട് ഡിഡ് നോട്ട് പ്രിപ്പയർ വന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? പ്രിപ്പയർ എന്ന് പറയുന്ന വേർഡിന്റെ നെഗറ്റീവ് ഫോം എഴുതാൻ പറഞ്ഞാൽ ഡിഡ് പ്ലസ് നോട്ട് പ്ലസ് റൂട്ട് ഫോം ഓഫ് ദ വെർബ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഫിഫ്ത് വൺ,
പാസീവ് വോയിസിലേക്ക് മാറ്റാണ് പറഞ്ഞിരിക്കുന്നത്. ദ ടീം വിൽ അനൗൺസ് ദ വിന്നർ ടുമോറോ. അപ്പൊ ടീം ആണ് ഇവിടെ സബ്ജക്ട്, വിൽ അനൗൺസ് ആണ് വെർബ്, ദ വിന്നർ ആണ് ഒബ്ജക്ട്, ടുമോറോ ഇസ് എൻ അഡീഷണൽ ഇൻഫർമേഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ദ വിന്നറിനെ എടുത്ത് ഇപ്പുറത്തേക്ക് ഇട്ടു. isn't it? ദ വിന്നർ. ഇനി എന്താണ്? വില്ലിന്റെ കൂടെ എന്ത് വേണം നമുക്ക്? പറഞ്ഞു നോക്കിയേ. വിൽ പ്ലസ് ബി പ്ലസ് V3 ഫോം. വിൽ ബി. അനൗൺസിന്റെ V3 ഏതാ? അനൗൺസ്ഡ്. ആര്? ബൈ ദ ടീം ടുമോറോ. ബൈ ദ ടീം ടുമോറോ. കറക്റ്റ് ആയിട്ട് കിട്ടിയോ? ദ വിന്നർ വിൽ ബി അനൗൺസ്ഡ് ബൈ ദ ടീം ടുമോറോ. നമ്മുടെ ആൻസർ സി ആയിട്ട് നമുക്ക് കിട്ടിയല്ലോ, ഇല്ലേ? ദ ടീം വിൽ അനൗൺസ് ദ വിന്നർ ടുമോറോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? ദ വിന്നർ ആദ്യം നമ്മൾ ഒബ്ജക്ട് എടുത്തിട്ടു. നമുക്കറിയാം ഇത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ ആയത് കാരണം വിൽ പ്ലസ് ബി പ്ലസ് V3 ഫോം ആണ് കറക്റ്റ് ആൻസർ, അല്ലേ? സോ എന്താണ് വേണ്ടത്? ദ വിന്നർ വിൽ ബി. V3 ഫോം ഓഫ് അനൗൺസ് എന്താണ്? അനൗൺസ്ഡ് ബൈ ദ ടീം ടുമോറോ. ടുമോറോ ഒക്കെ അതെവിടെ എഴുതാവുള്ളൂ? ദ നെക്സ്റ്റ് ഡേ എന്നൊക്കെ നിങ്ങൾ കാണും, പക്ഷെ മാറ്റരുത്, കൺഫ്യൂസ്ഡ് ആവരുത്. റിപ്പോർട്ടഡ് സ്പീച്ചിന് മാത്രമേ ടുമോറോ എന്നുള്ളത് ദ നെക്സ്റ്റ് ഡേ ഒക്കെ മാറുള്ളൂ. ഓക്കെ, നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി ദ ടീം വിൽ ബി ദ വിന്നർ വിൽ ബി അനൗൺസ്ഡ് ബൈ ദ ടീം ദ നെക്സ്റ്റ് ഡേ എന്ന് കൊടുക്കും. അപ്പൊ നമ്മൾ പെട്ടെന്നോ ഇതാണ് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതും, അവിടെ തെറ്റിപ്പോകും. കാര്യം എന്താ? ടുമോറോ ഒരു ഓപ്ഷനിൽ ഉണ്ടാവും, ദ നെക്സ്റ്റ് ഡേ വേറൊരു ഓപ്ഷൻ ഉണ്ടാവും. പാസീവ് വോയിസിൽ ടുമോറോ നെക്സ്റ്റ് ഡേയിലേക്ക് മാറ്റേണ്ട ആവശ്യമില്ല. എന്നാൽ റിപ്പോർട്ടഡ് സ്പീച്ചിൽ അത് മാറ്റിയില്ലെങ്കിൽ തെറ്റുമാണ് താനും. ക്ലിയർ ആയില്ലേ? 6th വൺ പാസീവ് വോയിസിലോട്ട് തന്നെ മാറ്റാണ്. പീപ്പിൾ വിൽ റെസ്പെക്ട് ഹിസ് ബ്രവേഡോ. ഓക്കെ, ഇവിടെ എന്താ പറയാ, നിങ്ങള് വില്ല് കൊണ്ടാണ് ഇവിടെ കൂടുതലും കണ്ടിരിക്കുന്നത്. ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ കുറെ അധികം ഫ്യൂച്ചർ ടെൻസിൽ വന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് പ്രസന്റ്, സിമ്പിൾ പ്രസന്റിലും കണ്ടിന്യൂസിലും ഒക്കെ വരുന്നത് നിങ്ങൾക്ക് തരാം. പീപ്പിൾ വിൽ റെസ്പെക്ട് ഹിസ് ബ്രവേഡോ. സോ ഹിസ് ബ്രവേഡോ. ആദ്യം നമ്മൾ ഹിസ് ഒബ്ജക്റ്റ് എടുക്കുക, സബ്ജക്ട് കണ്ടുപിടിക്കുക, വെർബ് കണ്ടുപിടിക്കുക. ഏത് ടെൻസ് ആണ്? സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. എങ്ങനെയാണ് ആൻസർ ചെയ്യുക? വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് V3 ഫോം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഹിസ് ബ്രവേഡോ. ഓക്കെ, ഹിസ് ബ്രവേഡോ വിൽ ബി എന്താണ്? റെസ്പെക്റ്റഡ് by whom? By the people. So his bravado will be respected by the people. ഇവിടെ നമ്മൾ കൺഫ്യൂസ് ചെയ്യിക്കാൻ will being respected ഉണ്ടാവും, will have to be respected ഉണ്ടാവും, will be respect ഉണ്ടാവും. പക്ഷെ നമ്മുടെ ആൻസർ എന്താണ്? his bravado will be respected by the people. C ആണ് ആൻസർ. മനസ്സിലാവുന്നുണ്ടല്ലേ? യെസ്, ഇവിടെ ഒരു പാസീവ് വോയിസിലേക്ക് വന്നു. ഈ ടെൻസ് ഏതാണ്? മിസ്റ്റർ അമർ റെഫ്യൂസ്ഡ് ഹിം അഡ്മിറ്റൻസ്. അപ്പൊ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട, സബ്ജക്ട് കണ്ടുപിടിക്കാം. മിസ്റ്റർ അമർ റെഫ്യൂസ്ഡ് ആണ് ഇവിടെ വെർബ്. ഏതാണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഹിം ആണ് ഇവിടെ ഒബ്ജക്റ്റ്. അപ്പൊ നമുക്ക് ഹിം ആണ് ഒബ്ജക്റ്റ്. അഡ്മിറ്റൻസ് ഇസ് ഹിം. ഇവിടെ രണ്ട് രീതിയിൽ എഴുതും. ഓക്കെ, I'll explain. മിസ്റ്റർ അമർ refused him admittance. അഡ്മിറ്റൻസും ഒബ്ജക്റ്റ് ആയിട്ട് വരാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമ്മൾ പാസ്റ്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് നമ്മൾ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞേക്കുന്നത്? സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് തന്നിരിക്കുന്ന സെന്റൻസ് എങ്കിൽ വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് V3 ഫോം ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് V3 ഫോം. അപ്പൊ നമ്മൾ അത് തന്നെ കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. ആര്? അഡ്മിറ്റൻസ് was. V3 form of refuse is refused to him. ആർക്ക്? അവന്. by Mr. അമർ. ഇനി വേറൊരു രീതി കാണിച്ചു തരട്ടെ. ഹിം ആണെങ്കിലോ he was refused admittance by Mr. അമർ. മനസ്സിലായോ? ഓക്കെ, രണ്ട് രീതിയിലും എഴുതാം. അപ്പൊ ഇവിടെ ആൻസർ ഡി ആണ്. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ ഇത് മാത്രമേ ഉള്ളൂ. അഡ്മിറ്റൻസും വരാം, അഡ്മിറ്റൻസും കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം, ഹീ കൊണ്ടും സ്റ്റാർട്ട് ചെയ്യാം.
ഹി കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഹിം എന്നുള്ളത് ഹി ആയിട്ട് മാറും ഇപ്പുറത്തേക്ക് വരുമ്പോൾ. ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആവുമ്പോൾ ഹി ആവും. ഹി എന്താണ് വാസ് റെഫ്യൂസ്ഡ് എന്തിന് അഡ്മിറ്റൻസ് ബൈ മിസ്റ്റർ അമർ. അല്ലെങ്കിലോ അഡ്മിറ്റൻസ് സെയിം തന്നെ വാസ് റെഫ്യൂസ്ഡ് ടു ഹിം. ഈ ഹിമ്മിന്റെ കാര്യം നമ്മൾ വിട്ടുപോകാൻ പാടില്ല അവിടെ. അതാണ് ഒരൊറ്റ പ്രോബ്ലം. ഈ ഒരു സെന്റൻസ് വരുമ്പോൾ ഉള്ള പ്രോബ്ലം എന്താണ്? അഡ്മിറ്റൻസ് വാസ് റെഫ്യൂസ്ഡ് ടു ഹിം ബൈ മിസ്റ്റർ അമർ. ഓക്കെ, ആ ടു ഹിം ചിലപ്പോൾ നമ്മൾ അറിയാതെ വിട്ടുപോകും. അഡ്മിറ്റൻസ് വാസ് റെഫ്യൂസ്ഡ് ബൈ മിസ്റ്റർ അമർ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അപ്പൊ നമ്മൾ എന്ത് പറ്റും? അയ്യോ പെട്ടുപോകും അല്ലെ. സോ അഡ്മിറ്റൻസ് വാസ് റെഫ്യൂസ്ഡ് ടു ഹിം. അതാണ് നമ്മൾ പറഞ്ഞ ഈച്ച് ആൻഡ് എവറി വേർഡ് നോക്കിയിട്ട് വേണം എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് നോക്കി വേണം ചെയ്യാനായിട്ട്. അഡ്മിറ്റൻസ് വിൽ ബി റെഫ്യൂസ്ഡ് കാരണം ഫ്യൂച്ചർ ടെൻസ് അല്ല. ഷാൽ ബി റെഫ്യൂസ്ഡ് ഫ്യൂച്ചർ ടെൻസ് അല്ല. വുഡ് ബി റെഫ്യൂസ്ഡും ഇവിടെ വേണ്ട. ഓക്കെ, 8th one പാസീവ് വോയിസിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഈച്ച് കാൻഡിഡേറ്റ് വാസ് മേക്കിംഗ് ഓൾ പ്രോമിസസ്. വാസ് ഓർ വെയർ പ്ലസ് ing ഫോം ഏത് ടെൻസ് ആണ്? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഓക്കെ, ഈച്ച് കാൻഡിഡേറ്റ് എന്താണ്? സബ്ജക്റ്റ് ആണ്. വാസ് മേക്കിംഗ് എന്താണ്? വെർബ് ആണ്. ടോൾ പ്രോമിസസ് എന്താണ്? ഒബ്ജക്റ്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നേരെ ടോൾ പ്രോമിസസിലേക്ക് വാ. ടോൾ പ്രോമിസസ് ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ട പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ എന്താണ്? എളുപ്പമാണ്. വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് എന്തായിരിക്കാം വരേണ്ടത് നിങ്ങൾക്ക്? ബീയിങ്. ഈ ing ഫോം ഓഫ് ദ വെർബ് എവിടെ കണ്ടാലും പ്രസന്റ് കണ്ടിന്യൂസ് ആയിക്കോട്ടെ, പാസ്റ്റ് കണ്ടിന്യൂസ് ആയിക്കോട്ടെ, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആയിക്കോട്ടെ, ബീയിങ് നിർബന്ധമാണ്. ing ഫോം ഓഫ് ദ വെർബ് ഉണ്ടെങ്കിൽ ബീയിങ് എഴുതുക. ബീയിങ് പ്ലസ് V3 ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താ വേണ്ടേ? വാസ് ഓർ വേർ വേണം, ബീയിങ് വേണം, V3 വേണം. അപ്പൊ പ്രസന്റ് ടെൻസ് ആണെങ്കിലോ ഈസ് ആം ആർ പ്ലസ് ബീയിങ് പ്ലസ് V3. ഓക്കെ, ഫ്യൂച്ചർ ആണെങ്കിലോ വിൽ പ്ലസ് ബി പ്ലസ് ഹാവ് പ്ലസ് ബീയിങ് പ്ലസ് വിൽ ഹാവ് ബീൻ ബീയിങ് ഡൂയിങ് ബീയിങ് ഡൺ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ എഴുതുക. ഓക്കെ, സോ ടോൾ പ്രോമിസസ് എന്താണ്? പ്രോമിസസിനെ കുറിച്ചാണ്, പ്ലൂറൽ ആണ്. അപ്പൊ വാസ് അല്ല വേർ ആണ്. വേർ ബീയിങ്. മേക്കിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? മെയ്ഡ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? മെയ്ഡ്. അപ്പൊ ടോൾ പ്രോമിസസ് വെയർ ബീയിങ് മെയ്ഡ് ബൈ ആരാണ്? ഈച്ച് കാൻഡിഡേറ്റ്. കിട്ടിയോ ആൻസർ? ഏതാണ്? എ ആണ് ആൻസർ നമ്മുടെ അല്ലെ. ടോൾ പ്രോമിസസ് ആർ മെയ്ഡ് ബൈ ഈച്ച് കാൻഡിഡേറ്റ് അല്ല. ടോൾ പ്രോമിസസ് വിൽ ബി മെയ്ഡ് വേണ്ട കാരണം ഇവിടെ ഫ്യൂച്ചർ ടെൻസ് അല്ല വന്നിരിക്കുന്നത്. ആർ ബീങ് മെയ്ഡ് പ്രസന്റ് ടെൻസ് ആണെങ്കിലേ വരുള്ളൂ. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന പാസ്റ്റ് കണ്ടിന്യൂസ് ആയത് കാരണം പാസ്റ്റ് കണ്ടിന്യൂസിന്റെ റൂൾ എന്താ? പാസ്റ്റ് കണ്ടിന്യൂസിൽ തന്നിരിക്കുന്ന ഒരു സെന്റൻസിനെ പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ വാസ് അല്ലെങ്കിൽ വേറിന്റെ കൂട്ടത്തിൽ ബീയിങ് പ്ലസ് V3 യൂസ് ചെയ്യണം. ഈ ബീയിങ് നിങ്ങൾ തലയിൽ എടുത്തു വെച്ചോളൂ. എന്താണത്? കണ്ടിന്യൂസ് എന്ന് വരുന്നുണ്ടോ ബീയിങ് പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ നിർബന്ധമാണ്. ഓക്കെ, അത് പ്രസന്റ് ആയിക്കോട്ടെ, പാസ്റ്റ് ആയിക്കോട്ടെ, ഫ്യൂച്ചർ ആയിക്കോട്ടെ. കണ്ടിന്യൂസ് ഉണ്ടോ ബീയിങ് വേണം. അത് പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ഒന്നും അങ്ങനെ ഇല്ല അതിനകത്ത്. ഓക്കെ, അതാണ് നമ്മൾ അധികം ഡിസ്കസ് ചെയ്യേണ്ട. ബട്ട് ഈ പ്രസന്റ് പെർഫെക്റ്റ് പ്രസന്റ് പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിന്റെ കൂട്ടത്തിൽ ബീയിങ് ആവശ്യമാണെന്ന് ഓർത്താൽ മതി. അപ്പൊ ടോൾ പ്രോമിസസ് നമ്മൾ എടുത്തു. വേർ ബീയിങ് മെയ്ഡ് എന്നുള്ളത് റൂൾ അനുസരിച്ച് മാറ്റി ബൈ ഈച്ച് കാൻഡിഡേറ്റ്. ഓക്കെ, select the option that expresses the given sentence in passive voice. They are organizing a concert for charity. Are organizing ഏത് ടെൻസ് ആണ്? ഏത് ടെൻസ് ആണ്? നിങ്ങളൊന്ന് ആലോചിച്ചേ. യെസ്, പ്രസന്റ് കണ്ടിന്യൂസ് അല്ലെ. ഈസ് ആം ആർ പ്ലസ് ing വരുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ് അല്ലെ. അപ്പം നമ്മൾ ദേ ആണ് ഇവിടെ സബ്ജക്ട്. ആർ ഓർഗനൈസിങ് എന്താണ്? വെർബ്. എ കോൺസേർട്ട് അതാണ്. യെസ്, എ കോൺസേർട്ട് എന്താണ്? ഒബ്ജക്ട്. അപ്പൊ നമ്മൾ കോൺസേർട്ടിനെ ആദ്യം എടുത്തിട്ടു അല്ലെ. ഫോർ ചാരിറ്റി, ചാരിറ്റിക്ക് വേണ്ടി. എ കോൺസേർട്ട് ing ഫോം ഉണ്ടെങ്കിൽ എന്ത് ഞാൻ വേണമെന്ന് പറഞ്ഞിരുന്നു? ബീയിങ് വേണമെന്ന് പറഞ്ഞേ. അപ്പൊ ഞാൻ ഓൾറെഡി ബീയിങ് എഴുതിയിട്ടു. പിന്നെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് V3 ഫോം. അത് എല്ലാറ്റിന്റെ കൂട്ടത്തിലും V3 ഫോം ഓഫ് ദ വെർബ് ഉണ്ട്. നമ്മൾ പഠിച്ചത് റൂൾ അതാണ്, ബി പ്ലസ് V3 ഫോം. ആ ബി എന്താണെന്ന് കണ്ടുപിടിക്കുന്നത് മാത്രമാണ് നമ്മുടെ ഉത്തരവാദിത്വം. ഓക്കെ, അപ്പോ ബി പ്ലസ് V3 ഫോമും നമ്മൾ പഠിച്ചു. അപ്പൊ ഇതിനു മുമ്പ് ചേർക്കേണ്ട കാര്യം എന്താ? ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ. മനസ്സിലായോ? അപ്പൊ കോൺസേർട്ട് ഈസ് ആണോ, ആം ആണോ, ആർ ആണോ?
കോൺസേർട്ട് ഈസ് പിന്നെന്താണ് കോൺസേർട്ട് ഈസ് പിന്നെ നമുക്ക് നേരെ കിട്ടി ബീയിങ് V3 ഫോം ഓഫ് ഓർഗനൈസ് എന്താണ് ഓർഗനൈസ്ഡ് അല്ലെ കോൺസേർട്ട് ഈസ് ബീയിങ് ഓർഗനൈസ്ഡ് ഈസ് ബീയിങ് ഓർഗനൈസ്ഡ് എന്താണ് ആരാണ് ഓർഗനൈസ് ചെയ്തത് ബൈ ദം ഇനി ഒരു വേർഡ് ഉണ്ടല്ലോ എഴുതാനായിട്ട് ഫോർ ചാരിറ്റി അപ്പൊ നമ്മുടെ ഇവിടെ കറക്റ്റ് ആൻസർ ആണ് ഏതാണ് കോൺസേർട്ട് ഈസ് ബീയിങ് ഓർഗനൈസ്ഡ് ബൈ ദം ഫോർ ചാരിറ്റി എ ഇസ് ദ റൈറ്റ് ആൻസർ മനസ്സിലായോ എന്തുകൊണ്ടാണ് എ ആണ് കറക്റ്റ് ആൻസർ എന്ന് വന്നത് ഇനി will be gifted for I will be gifted a fancy doll by them the next day ഏത് ടെൻസ് ആണ് വരുന്നത് I will be gifted അല്ലെ ഫ്യൂച്ചർ ടെൻസ് ആണ് വരുന്നത് ഫ്യൂച്ചർ ടെൻസിലാണ് നമ്മൾ ഇത് എഴുതുന്നത് അപ്പൊ നമ്മൾ അത് കൺവേർട്ട് ചെയ്യണം അല്ലെ I ഉണ്ട് will be gifted ഉണ്ട് a fancy doll ആണ് ഒബ്ജക്റ്റ് അപ്പൊ നമ്മൾ ആദ്യം fancy doll by them the next day okay so ഇവിടെ രണ്ട് ഫാൻസി ഡോള് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ബൈ ദെമ്മും വെച്ചും സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ ദേ ആണ് അല്ലെ അപ്പൊ ദമ്മു വെച്ചിട്ടാണ് അവർ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് സോ ദേ വിൽ എന്തായാലും വേണമെന്ന് നമുക്ക് നിർബന്ധമുണ്ട് അല്ലെ ആക്റ്റീവ് വോയിസിലോട്ട് മാറ്റേണ്ടത് വിൽ ബി ഗിഫ്റ്റഡ് അപ്പൊ ഏതായിരുന്നു ഇത് ഏത് ടെൻസിലേക്കാണ് മാറ്റേണ്ടത് ഇത് തിരിച്ചാണ് ഓക്കെ ഐ വിൽ ബി ഗിഫ്റ്റഡ് എ ഫാൻസി ഡോൾ ബൈ ദം ദ നെക്സ്റ്റ് ഡേ അല്ലെ അപ്പൊ ഇവിടെ ഇത് ഒബ്ജക്റ്റ് അല്ല സോറി സബ്ജക്റ്റ് ആണ് കേട്ടോ ബൈ ദം ആണ് അപ്പൊ ദേ തന്നെയാണ് സോറി എനിക്ക് തെറ്റുപറ്റിയതാണ് യെസ് നമ്മള് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലേക്കാണ് മാറ്റുന്നത് മനസ്സിലായോ ഐ വിൽ ബി ഗിഫ്റ്റഡ് എ ഫാൻസി ഡോൾ ബൈ ദം ദ നെക്സ്റ്റ് ഡേ ഇത് ആക്റ്റീവ് വോയിസിലേക്കാണ് മാറ്റേണ്ടത് അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു ഐ വിൽ ബി ഗിഫ്റ്റഡ് എ ഫാൻസി ഡോൾ ഇസ്ന്റ് ഇറ്റ് നമ്മൾക്ക് ബൈ ദം ആണ് കിടക്കുന്നതെങ്കിൽ അതിനെ ആദ്യം എടുത്ത് സബ്ജക്റ്റിലേക്ക് ഇടുക അപ്പൊ നമുക്ക് കിട്ടി ദം എന്ന് മാറ്റുമ്പോൾ ദേ ആകും ഓക്കെ ഇനി വിൽ ബി ഗിഫ്റ്റഡ് ഏതായിരിക്കും ഇവിടെ ആൻസർ വരാൻ സാധ്യതയുള്ള വിൽ പ്ലസ് ബി പ്ലസ് V3 ഫോം അതിനെ നേരെ വിൽ ഗിഫ്റ്റ് ആക്കി മാറ്റുക വിൽ പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ് അല്ലെ ദേ വിൽ ഗിഫ്റ്റ് ആർക്ക് ഐ എന്നുള്ളത് ഇവിടെ എന്താകും മീ അല്ലെ എന്ത് ഗിഫ്റ്റ് ചെയ്തു എ ഫാൻസി ഡോൾ ടുമോറോ ഇവിടെ ആക്ച്വലി ദേ ആർ ഗിഫ്റ്റിംഗ് മീ ഇവിടെ ടുമോറോ എന്നാണ് കൊടുത്തേക്കുന്നത് പക്ഷെ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ എന്നാലും ദ നെക്സ്റ്റ് ഡേ ആണ് കുറച്ചുകൂടെ തന്നെ കറക്റ്റ് ഓക്കെ ഇൻ കേസ് നമ്മൾ അങ്ങനെ കൊടുത്തിട്ടില്ല എങ്കിൽ മാത്രം നമ്മൾ ടുമോറോ എഴുതിയാൽ മതി ഓക്കെ സോ ഇവിടെ ഓക്കെ ഇനി ഞാൻ പറയട്ടെ എന്തുകൊണ്ടാണെന്ന് ദേ ഗിഫ്റ്റഡ് മീ എ ഫാൻസി ഡോൾ പാസ്റ്റ് ടെൻസ് ആണ് ഒരു രക്ഷയിൽ ആൻസറിൽ ക്വസ്റ്റ്യനിൽ വില്ലുണ്ടോ ആൻസറിലും വില്ല് വേണം ദേ ആർ ഗിഫ്റ്റിംഗ് മീ തെറ്റാണ് പ്രസന്റ് കണ്ടിന്യൂസ് ആണ് ദേ ഗിഫ്റ്റ് മീ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് വേണ്ട ദേ വിൽ ഗിഫ്റ്റ് മീ എ ഫാൻസി ഡോൾ ഇനി നിങ്ങൾ ടുമോറോ കണ്ടിട്ട് മിസ് അന്ന് പറഞ്ഞത് നെക്സ്റ്റ് ഡേ എന്ന് എഴുതരുത് നെക്സ്റ്റ് ഡേ കണ്ടു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ തന്നെ എഴുതണം ടുമോറോ എന്നാണെങ്കിൽ നമുക്ക് 4 ഓപ്ഷനേ ഉള്ളൂ പേടിക്കണ്ട എഴുതിയത് കൊണ്ട് തെറ്റില്ല കേട്ടോ ഓക്കെ പക്ഷെ നിങ്ങളായിട്ട് കൺവേർട്ട് ചെയ്യണ്ട ഓക്കെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് സോ ദേ വിൽ ഗിവ് മീ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം ബൈ ദം കാണുമ്പോൾ മനസ്സിലാക്കുക ബൈ ദ ഏജന്റ് ആയിരിക്കും സബ്ജക്ട് ഓക്കെ അപ്പൊ ദേ എഴുതി ഇനി സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ കിടക്കുന്ന സാധനമാണെങ്കിൽ നമ്മൾ സിമ്പിൾ ഫ്യൂച്ചറിലേക്ക് മാറ്റണം അല്ലെ സോ വിൽ ഗിഫ്റ്റ് ആണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് വിൽ പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ് ഗിഫ്റ്റഡിന്റെ ബേസ് ഫോം ഗിഫ്റ്റ് ആണ് ഇനി ആർക്കാണ് തന്നത് എനിക്ക് മീ ഇടയ്ക്ക് തിരികെ കയറ്റാൻ മറക്കരുത് ഗിഫ്റ്റ് മീ എന്താ തന്നത് എ ഫാൻസി ഡോൾ ദ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ടുമോറോ രണ്ടും കറക്റ്റ് ആണ് ഓക്കെ ക്ലിയർ ആയോ പാസീവ് ആൻഡ് ആക്റ്റീവ് വോയിസ് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി യെസ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് ഓക്കെ നമുക്ക് നോക്കാം ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് ഇന്ന് എല്ലാ ടോപ്പിക്കും നമുക്ക് പോകാൻ പറ്റില്ല ഐ തിങ്ക് നിങ്ങൾ ഇത് എന്താ പറയാ നിങ്ങൾ ഇത് എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് ഡെഫിനറ്റ്ലി തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം നിങ്ങൾ ഇത് എൻജോയ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഡെഫിനറ്റ്ലി വി ആർ കമ്മിങ് വിത്ത് സീരീസ് ഓക്കെ ഇതിന്റെ കണ്ടിന്യൂറ്റി എന്നോണം നമ്മൾ ഇഷ്ടംപോലെ ടോപ്പിക്സ് ആയിട്ട് വരാം ഇതുപോലെ നിങ്ങൾക്ക് ഓരോന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ചെയ്തു തരാൻ പറ്റും കേട്ടോ അപ്പൊ റൂൾസ് ആയിട്ടാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് നമ്മൾ ചെയ്തു തരാൻ റെഡിയാണ് സോ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാര്യം
നന്നായിട്ട് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് താഴെ കമന്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഇത് എൻജോയ് ചെയ്തു, ഈ വീഡിയോ കണ്ടു, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയില്ല, എന്ത് സജഷൻസ് ആണെങ്കിലും ഇറ്റ്സ് ഓൾവേസ് വെൽക്കമിങ്. ഓക്കെ, ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്സ്. പോസിറ്റീവ് മാത്രമല്ല നെഗറ്റീവ്സ്. പോസിറ്റീവ്സും കമന്റ്സും കൊടുക്കാൻ മറന്നു പോരുത്. അതാണ് പലരും നമ്മൾ കണ്ടുവരുന്ന കാര്യം, ആൾക്കാരോട് നല്ലതാണെന്ന് പറയാനായിട്ട് ചിലപ്പോൾ നമുക്ക് ഇച്ചിരി മടിയുണ്ടാവും. അങ്ങനെയല്ല, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും എന്ത് ചെയ്യാ, നിങ്ങൾ തുറന്നു പറയുക കേട്ടോ. അപ്പം വീഡിയോ കണ്ടു കഴിഞ്ഞ ശേഷം ജസ്റ്റ് കമന്റ്. ഇനി ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, അല്ലെങ്കിൽ നമ്മൾ വേറൊരു പേര് പറയും റിപ്പോർട്ടഡ് സ്പീച്ച്, അല്ലെ? ചില ഈ PSC എക്സാംസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് റിപ്പോർട്ടഡ് സ്പീച്ചും ഉണ്ടാവും, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ചും ഉണ്ടാവും സിലബസിൽ. രണ്ടും ഏകദേശം ഒക്കെ ഒന്ന് തന്നെയായിട്ടാണ് നമ്മൾ പഠിപ്പിക്കാറ് കേട്ടോ. സോ നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾ ആദ്യം തന്നെ കേട്ടോണം, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഈച്ച് ആൻഡ് എവറി വേർഡ് എടുത്ത് നോക്കണം, ഞാൻ മാറ്റിയോ എന്ന്. ഓക്കെ, യെസ്. അനീത സെഡ് ഐ ആം ഹാപ്പി. അപ്പൊ നമ്മൾ എങ്ങനെയാ മാറ്റാ? അനീത എടുത്തു, അനീതയെ നമ്മൾ അതേപടി എഴുതി. അനീത എന്താ പറഞ്ഞേ? സെഡ്. ഇനി നമ്മൾ ഒരു വേർഡ് ആഡ് ചെയ്യണല്ലോ, ദാറ്റ്. ഐ എന്നുള്ളത് അനിത പെണ്ണാണ്, അപ്പൊ നമ്മൾ ആ പെണ്ണിലേക്ക് മാറ്റുമ്പോൾ എന്ത് ചെയ്യും? ഷീ. ആം എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? വാസ്. ഹാപ്പി. നമുക്ക് ആൻസർ കിട്ടി. അനിത സെഡ് ദാറ്റ് ഷീ വാസ് ഹാപ്പി. ഇനി ഞാൻ കുറച്ച് റൂൾസ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് തന്നിരിക്കുന്ന സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്, അതിനെ നേരെ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റുക. ഓക്കെ, ഇവിടെ വരുമ്പോൾ സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റി. ഓക്കെ, ഇനി തന്നേക്കുന്ന സെന്റൻസ് പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിലോ എന്തിലേക്ക് മാറ്റണം? പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റുക. പാസ്റ്റ് കണ്ടിന്യൂസ്. മനസ്സിലായോ? പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിലോ ഏതാണ്? പാസ്റ്റ് പെർഫെക്റ്റ്. ഇനി തന്നേക്കുന്ന സെന്റൻസ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിലോ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റിക്കോളൂ, ഒരു കുഴപ്പമില്ല. ഓക്കെ, ഇനി തന്നിരിക്കുന്ന സെന്റൻസ് സിമ്പിൾ പാസ്റ്റിലാണെങ്കിലോ താഴെ എഴുതാട്ടോ. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിലോ തന്നിരിക്കുന്ന സെന്റൻസ് അത് നമ്മൾ എങ്ങനെ മാറ്റും? തന്നിരിക്കുന്ന സെന്റൻസ് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അത് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റുക. അതായത് ഐ വാസ് ഓൺ ലീവ് ആണെങ്കിൽ ഐ ഹാഡ് ബീൻ ഓൺ ലീവ് എന്ന് മാറ്റുക. ഓക്കെ, ഹി ഹാഡ് ബീൻ അല്ലെങ്കിൽ ഷീ ഹാഡ് ബീൻ ഓൺ ലീവ് എന്ന് മാറ്റുക. ഇനി തന്നിരിക്കുന്നത് പാസ്റ്റ് കണ്ടിന്യൂസിലാണെങ്കിലോ അതെന്ത് ചെയ്യണം നമ്മൾ? അപ്പൊ നമ്മൾ നോക്കേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റുക. ഇനി തന്നിരിക്കുന്ന സെന്റൻസ് പാസ്റ്റ് പെർഫെക്റ്റിലാണെങ്കിലോ PP എന്ന് എഴുതിയിരിക്കുന്ന പാസ്റ്റ് പെർഫെക്റ്റ് ആട്ടോ. പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ എന്താ? നോ ചേഞ്ച്, മാറ്റേ വേണ്ട. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിലോ PPC എന്ന് എഴുതിയിരിക്കുന്ന പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്, അതും നോ ചേഞ്ച്. ഓക്കെ, മനസ്സിലായല്ലോ? സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റാം, പ്രസന്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇനി നമ്മൾ സിമ്പിൾ പാസ്റ്റിൽ വന്നു. സിമ്പിൾ പാസ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റാം, പാസ്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റാം. പാസ്റ്റ് പെർഫെക്റ്റ് എന്താക്കും? ചേഞ്ച് ഇല്ല. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസോ ചേഞ്ച് ഇല്ല. മനസ്സിലായോ? സോ ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. ദെൻ വൺ മോർ തിങ് ഇവിടെ നമുക്ക് തരുകയാണ്, അനിത സെഡിന് പകരം സെയ്സ്. ചില സമയങ്ങളിൽ നമ്മൾ ഈ റിപ്പോർട്ടിംഗ് വെർബ് നോക്കില്ല. റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ മാത്രമാണ് ഇവിടെ ചേഞ്ച് വരിക. അനിത സേസ് ഐ എം ഹാപ്പി എന്നുള്ളത് അനിത സേസ് ഐ എം ഹാപ്പി എങ്ങനെ എഴുതും? അനിത സേസ് ദാറ്റ് ഷീ ഈസ് ഹാപ്പി ആണ്. മനസ്സിലായോ? വാസ് ആക്കേണ്ട കാര്യമില്ല. സേസ് വരുമ്പോൾ നമ്മൾ ഇവിടെ വെർബിൽ ചേഞ്ച് വരുത്തേണ്ട കാര്യമില്ല. പക്ഷേ അവിടെ എന്താ പറയാ, സോറി, പക്ഷേ പക്ഷേ ഇവിടെ സെഡ് എപ്പോഴും ഓർക്കണം, ഇത് പാസ്റ്റ് ടെൻസിലാണ് എങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു റൂള് ഇവിടെ ബാധകമാണ്. അപ്പം ഫ്യൂച്ചർ ടെൻസ് ആണെങ്കിലോ വില്ല് വുഡ് ആകും, ക്യാൻ കുഡ് ആകും, മേ മൈറ്റ് ആകും, അല്ലെ? അങ്ങനെയുള്ള ചേഞ്ചസ് വരും. ക്ലിയർ ആയല്ലോ? യെസ്. സോ അനിത സെഡ് ദാറ്റ് ഷീ വാസ് ഹാപ്പി. അതാണ് ആൻസർ. ഇനി അടുത്തത് ഹി ടോൾഡ് മീ. ഓക്കെ, നമുക്ക് ആദ്യത്തെ ക്ലിയർ ആണേ. ടോൾഡ് പാസ്റ്റ് ടെൻസിലാണ്. ഐ വിൽ കോൾ യു ലേറ്റർ. ഹി ടോൾഡ് മീ. അപ്പൊ എന്ത് ചെയ്യണം നമ്മള്? ഹി ടോൾഡ് മീ ദാറ്റ്. ഐ എന്താകും? ഹി ആണ്. ഹി. വില്ല് എന്താകും? ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ, വുഡ് ആകും, അല്ലെ? വില്ല് എന്താകും? വുഡ് ആകും. കോൾ
യു എന്താകും? മീ ആണ്. അവൻ എന്നോടാണ് പറഞ്ഞത് അല്ലെ? ഹി വുഡ് കോൾ മീ ലേറ്റർ. isn't it? Yes. He told me that he would call me later. ഇതാണ് ആൻസർ. He told me I would call me later. തെറ്റാണ്. He told you call me later. തെറ്റാണ്. He told he can call. He told me കഴിഞ്ഞിട്ട് ഒരു that ഇടണം. അതിനുശേഷം I മാറ്റി എന്താകും? അവൻ പറഞ്ഞു. ഇതൊന്ന് മലയാളത്തിൽ പറഞ്ഞു നോക്കിയേ. അവൻ എന്നോട് പറഞ്ഞു അവൻ എന്നെ പിന്നീട് വിളിക്കാമെന്ന് അല്ലെ? അപ്പം അവൻ എന്നോട് പറഞ്ഞു അവൻ പിന്നീട് would call me later. എന്നെ പിന്നീട് വിളിക്കാമെന്ന് അല്ലെ? ക്ലിയർ ആയില്ലേ? He said she has finished the painting. Sentence ഏത് ടെൻസിലാ? has or have plus V3 form. Present perfectലാണ് സെന്റൻസ് തന്നേക്കുന്നത്. അപ്പൊ നേരെ പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് മാറ്റിക്കോ. പാസ്റ്റ് പെർഫെക്റ്റ് എന്താ? ഇതാണ് ഞാൻ പറഞ്ഞേ. ടെൻസ് നന്നായിട്ട് പഠിച്ചിരിക്കണം. ഹാഡിന്റെ കൂട്ടത്തിൽ V3 ഫോം ഉണ്ടെങ്കിലാണ് പാസ്റ്റ് പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ എന്തായിരിക്കും? ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3. ഓക്കെ. പ്രസന്റ് പെർഫെക്റ്റ് ഇത് കമ്പാരിസൺ ചെയ്ത് പഠിക്കാൻ അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. പ്രസന്റ് പെർഫെക്റ്റ് എങ്ങനെയാ? സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ്. സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3 ആണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ് ഇസ് ഫ്യൂച്ചർ ടെൻസ്. ഏത്? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ട കാര്യം ഹാഡ് പ്ലസ് V3യിലേക്ക് മാറ്റുക. ഈ സെഡ് ആണേ, സെഡ് താഴേക്ക് എഴുതി ആദ്യം തന്നെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു പാസ്റ്റ് ടെൻസിലാണ്. ദാറ്റ് കൊടുത്തു. ഇനി ഷീ തന്നെയാണ്. ഷീ സെഡ് ദാറ്റ്. ഷീ ഹാസിന് എന്താക്കും? ഹാഡ്. ഫിനിഷിന്റെ V3 ഫോം എന്താ? ഫിനിഷ്ഡ് the painting. ക്ലിയർ ആയോ? അപ്പൊ എവിടെ ആൻസർ ഏതാണ് വന്നേക്കുന്നത്? ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. He said that she had finished the painting. എന്തുകൊണ്ടാണ് had finish ആയെന്ന് മനസ്സിലായില്ലേ? has finished പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലായത് കാരണം അത് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇനി യെസ്, ഹുറേ I have topped again. He said, congratulations, said I. ഇത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. ഹുറേ I have topped again. He said. അയാൾ എന്താ ഹുറേ എന്ന് പറയുന്നത്? ഒരു ഇന്റർജെക്ഷൻ ആണ്. പാർട്സ് ഓഫ് സ്പീച്ചിൽ ഏറ്റവും അവസാനത്തതും ഏറ്റവും നെഗ്ലക്ട് ചെയ്യപ്പെടുന്ന ഒരു സാധനമാണ് ഹുറേ. ഇന്റർജെക്ഷൻ. ഓക്കെ, നമ്മുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി കുറെ വാക്കുകൾ ഉപയോഗിക്കും. അല്ലാസ്, ഔച്ച്, ഹേയ്, ഹലോ, ഇതെല്ലാം നമ്മള് എന്താണ്? ഇന്റർജെക്ഷൻസിന്റെ ഗണത്തിൽ പെടുന്നു. 8th and the last part of speech is interjection. അതിൽ വരുന്നതാണ് ഹുറേ. അപ്പൊ ഹുറേ വരുമ്പോ നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് സെന്റൻസ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്? 4 ടൈപ്പ് ഓഫ് സെന്റൻസ് പഠിച്ചിട്ടില്ലേ? അസർട്ടീവ് സെന്റൻസ്, ഇംപെറേറ്റീവ് സെന്റൻസ്, ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആൻഡ് എക്സ്ക്ലമേറ്ററി സെന്റൻസ്. അസർട്ടീവ് സെന്റൻസസ് ആർ സ്റ്റേറ്റ്മെന്റ്സ്, സാധാരണഗതിയിലുള്ള ഇത്. ഇന്ററോഗേറ്റീവ് എന്താണ്? ക്വസ്റ്റ്യൻ ടൈപ്പ് ആയിട്ടുള്ള സെന്റൻസ്. വാട്ട് ഇസ് യുവർ നെയിം, ഹൗ ആർ യു, ഇതെല്ലാം ക്വസ്റ്റ്യൻ ടൈപ്പ്. ഇംപെറേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു റിക്വസ്റ്റ് ആകാം, അല്ലെങ്കിൽ ഒരു ഓർഡർ ആകാം, അതും അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാം അല്ലെ? അതെല്ലാം ഇംപെറേറ്റീവ് സെന്റൻസിന്റെ എക്സാമ്പിൾസ് ആണ്. 4ാമത്തെ സെന്റൻസ് ആണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ്. എക്സ്ക്ലമേറ്ററി സെന്റൻസിൽ ഈ സാധനം കാണും, എക്സ്ക്ലമേഷൻ മാർക്ക്. അപ്പൊ ഇവിടെ നമുക്ക് ധൈര്യമായിട്ട് ആൻസറിൽ എഴുതാം എന്ത്? ഹി എക്സ്ക്ലെയിംഡ്. ഓക്കെ, ഹി സെഡ് എന്നുള്ളതല്ല. ഹി സെഡ് ഹുറേ എന്ന് നമ്മൾ പറയണ്ട. ഹുറേ നമുക്ക് വിട്ടുകളയാം എങ്ങനെയാണെങ്കിൽ. ഹി എക്സ്ക്ലെയിംഡ്. ഹുറേ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണോ നെഗറ്റീവ് ആണോ? ഹുറേ എന്നാണോ ഹുറേ എന്നാണോ പറയാ നമ്മള്? ഞാൻ ടോപ്പ് ചെയ്യുമ്പോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള സെന്റൻസ് ഐ ഹാവ് ടോപ്ഡ് അഗൈൻ, ഞാൻ ഫസ്റ്റ് കിട്ടി എന്നല്ലേ നമ്മൾ പറയാ അല്ലെ? യെസ്. സോ ഹി എക്സ്ക്ലെയിംഡ് വിത്ത് ജോയ്. കറക്റ്റ് ആണ്. ഓക്കെ, അവിടെ വരെ നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഈ ആൻസർ ആണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും, എനിക്കറിയാം, ഞാൻ മാർക്ക് ചെയ്തിട്ടേക്കാം. ഓക്കെ, ഇനി ഇതിലേക്ക് എങ്ങനെ എത്തി എന്നുകൂടെ പറഞ്ഞുതരാം. ഹി എക്സ്ക്ലെയിംഡ് വിത്ത് ജോയ്. ദാറ്റ് വേണം അല്ലെ? നമ്മൾ ദാറ്റ്, ഇവിടെ ദാറ്റ് മുതൽ ഞാൻ എഴുതി തീർക്കാം. ഐ ഹാവ് ടോപ്ഡ്. ഏത് ടെൻസ് ആണ് വരുന്നത്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. അത് എന്തിലേക്ക് മാറ്റണം? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഹാവ് ടോപ്ഡ് എന്നുള്ളത് എന്തായിട്ട് മാറും? പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് ചേർക്കുമ്പോൾ ഹാഡ് ടോപ്ഡ് ആയിട്ട് മാറും. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, കഴിഞ്ഞ ക്വസ്റ്റ്യന് നമ്മൾ ഇത് തന്നെ ഡിസ്കസ് ചെയ്തു. ഹാഡ് ടോപ്ഡ് എന്ത്? അഗൈൻ. ഒരെണ്ണം കിട്ടിയോ അല്ലെ?
he exclaimed with joy that he had topped again. ഇനി അടുത്തതുണ്ട് congratulations said I past tense എന്താണ് congratulated him. ഞാൻ അവനെ congratulated ചെയ്തു. അല്ലെങ്കിൽ ചില സമയത്ത് and I replied and I congratulated him മതി. ഇപ്പൊ ഇത് congratulation അല്ല, I will come എന്നാണെങ്കിൽ I replied that I would come എന്നായനെ. ഓക്കെ, അതും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, പാസീവ് വോയിസ് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, പക്ഷെ ഇവിടെ കോൺഗ്രാറ്റുലേഷൻസ് എന്നുള്ളൊരു വേർഡ് ആയത് കാരണം നമ്മൾ എന്ത് ചെയ്യുക, ആൻഡ് ഐ കോൺഗ്രാറ്റുലേറ്റഡ് ഹിം എന്ന് മതി. ക്ലിയർ ആയോ? യെസ്. Fifth one, she said, I'm going to Delhi to attend my friend's marriage. അല്ലെ, I am going ഏത് ടെൻസാ മക്കളെ? Present continuous tense. I am going is a mark plus ing form. അപ്പൊ നമ്മൾ എഴുതി തുടങ്ങിയാൽ ഈ മേളിൽ ഞാൻ എഴുതാം അല്ലെ, സ്ഥലം ഇത് ഇച്ചിരി വലിയ സെന്റൻസ് ആയത് കാരണം. ഓക്കെ, she said, ഇനി ദാറ്റ് ചേർക്കണ്ടേ? യെസ്, ഐ എന്നുള്ളത് ആരാണ്? അവളെ കുറിച്ചാണ് പറയണേ. അപ്പൊ ഷീ ആം ഗോയിങ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ എന്തായിട്ട് മാറ്റണം? പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റണം. അപ്പൊ വാസ് ഓർ വെയർ പ്ലസ് എന്താണ്? ing ഫോം ഓഫ് വെർബ് ആണ് പാസ്റ്റ് കണ്ടിന്യൂസ്. അപ്പൊ എന്ത് ചെയ്യണം ഇവിടെ? ഷീ ഐ ആം എന്നുള്ളത് ഷീ വാസ് ഗോയിങ് എങ്ങോട്ട് പോകുന്നു? ടു ഡൽഹി to attend my. ഓരോ വേർഡും എടുക്കണേ, ധൃതി പിടിച്ച് ബാക്കി എഴുതരുത്. മൈ എന്നുള്ളത് to attend her friend's wedding അല്ല marriage. അപ്പൊ നമ്മുടെ ആൻസർ ഏതാ? She said that I was going to Delhi അല്ല, she said that she was going to Delhi to attend her friend's marriage അല്ലെ? ഇതിനകത്ത് ഉത്തരം ബി ആണ്. ഇനി വേറെ എന്തെങ്കിലും കണ്ടോ? She said that she was going to Delhi to attend our friend's marriage അല്ല, she said that she was going to attend my friend's marriage അല്ല. ഓക്കെ, അപ്പൊ 4 ഓപ്ഷൻ വായിച്ചു നോക്കണം കേട്ടോ. She said that she was going to Delhi to attend her friend's marriage. അവളുടെ ഫ്രണ്ടിന്റെ വെഡിങ്. ഓക്കെ, ക്ലിയർ ആയല്ലോ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നേന്ന്? 6th one. Okay. The employee said, I somehow managed to submit the project last night. I somehow managed. ഇവിടെ somehow ഒട്ട് പേടിക്കണ്ട. സെന്റൻസ് ഏതാണ്? പാസ്റ്റ് ടെൻസിലാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണം. ചേഞ്ച് ടു പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പൊ നമുക്ക് ആൻസർ എഴുതി നോക്കാം. മേളിൽ തന്നെ എഴുതാം. The employee said. ഇനി എന്ത് ചെയ്യണം നമ്മള്? ദാറ്റ് ആഡ് ചെയ്യണം അല്ലെ. സോ എംപ്ലോയിയുടെ കൂടെ എന്ത് വേണം നമുക്ക്? We need to add that. ഇനി ഐ എന്നുള്ളത് എന്താക്കി മാറ്റുക? എംപ്ലോയി ആണ്. അപ്പൊ അത് ഹീയും ആകാം ഷീയും ആകാം. ഇവിടെ കൊടുത്തേക്കുന്നതിനകത്ത് മുഴുവനും ഹീ ആണ്. അപ്പൊ നമുക്ക് ഹീ തന്നെ ചൂസ് ചെയ്താൽ മതി. ഷീ ആണെങ്കിൽ ഷീ ചൂസ് ചെയ്യുക. എംപ്ലോയി എന്നുള്ളത് എന്താ പറയാ, ഒരു കോമൺ ജെൻഡർ ആണ്. എംപ്ലോയി ക്യാൻ ബി എ ഫീമെയിൽ ഓർ എ മെയിൽ അല്ലെ. സോ ദ എംപ്ലോയി സെഡ് ദാറ്റ് ഹീ എന്ത് ചേഞ്ച് ടു പാസ്റ്റ് പെർഫെക്റ്റ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. പാസ്റ്റ് പെർഫെക്റ്റ് എന്താണ്? ഹാഡ് പ്ലസ് V3 ഫോം അല്ലെ. അപ്പം he had. മാനേജിന്റെ എന്താ? മാനേജ്ഡ് തന്നെയാണ്. അതിന്റെ ഇടയ്ക്ക് ഒരു സംഹൗ കിടപ്പുണ്ട്. ആ സംഹൗ അതെവിടെ എഴുതിയേക്കുക? സംഹൗ മാനേജ്ഡ് ടു സബ്മിറ്റ് ദ പ്രോജക്റ്റ്. അടുത്തത് ട്രിക്കി വേർഡ് ആണ്. ദ ലാസ്റ്റ് നൈറ്റ്. ലാസ്റ്റ് നൈറ്റ് എന്നുള്ളത് എന്താണ്? കഴിഞ്ഞ രാത്രിയാണ് അല്ലെ. അപ്പൊ നമ്മൾ ദ പ്രീവിയസ് നൈറ്റ് എന്ന് മാറ്റണം. എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു കാര്യം കമ്പൽസറി ആയിട്ട് മാറ്റണം എന്ന് നിർബന്ധമുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ ഏതാ? സോറി, so the employee said that he had somehow managed to submit the project the previous night. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഏതിലേക്കായിരിക്കും? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? നമുക്ക് നോക്കാം. The employee said that he had somehow managed to submit the project previous night. ഇതാണ് നമ്മുടെ ആൻസർ വരിക. ഇത് നോക്കാം എന്തുകൊണ്ട് തെറ്റാണ്. The employee said that I പറയാൻ പാടില്ല, കാരണം he ആണ് അല്ലെ. തെറ്റാണ്. The employee said that he had somehow managed to submit the project last night. ലാസ്റ്റ് നൈറ്റ് എന്നുള്ളത് പ്രീവിയസ് നൈറ്റിലേക്ക് മാറ്റിയില്ല. അതുകൊണ്ടാണ് ഇവിടെ തെറ്റ്. മനസ്സിലായോ?
ആ കുഞ്ഞു വേർഡ് ആണെന്ന് ഓർത്ത് നമ്മൾ നെഗ്ലക്ട് ചെയ്യരുത്. ആൻസർ കംപ്ലീറ്റ്ലി റോങ് ആയി പോകും കേട്ടോ. ദ എംപ്ലോയി സെഡ് ദാറ്റ് ഐ അഗൈൻ വന്ന കാരണം അവിടെ തെറ്റാണ്. അപ്പൊ മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് ഈ ആണ് കറക്റ്റ് ആൻസർ ആയെന്ന്. യാ രേഖ ആസ്ക് മീ, ഇത് തിരിച്ച് നിങ്ങൾ ഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റണം. വാട്ട് ഐ വാസ് ഡൂയിങ്, ഏതാ സെന്റൻസ് വന്നേക്കുന്നത്? പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റിയിട്ടുണ്ട്. സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് ടെൻസ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ ഏതിലാണ്? പ്രസന്റ് ടെൻസിലാണ് നമ്മൾ ആൻസർ ചോദിക്കേണ്ടത്. അപ്പൊ രേഖ എന്ത് ചെയ്യണം? സെറ്റ് ടു മീ ആക്കണം. ആസ്റ്റ് മീ എന്നുള്ളത് മാറ്റി സെറ്റ് ടു മീ. ആദ്യം ചെയ്യേണ്ടത് കോമ ഇടുക, ഇൻവെർട്ടഡ് കോമ ഇടുക, വാട്ട് ഐ വാസ് ഡൂയിങ്, ഇത് നേരെ ഇപ്പുറത്തേക്ക് മാറ്റുക. ടെൻസ് മാറ്റണേ, പക്ഷേ വാട്ട് ഐയുടെ മുമ്പ് എന്തായിരിക്കും നമ്മുടെ പ്രസന്റ് ടെൻസ് വേണ്ടത്? വാട്ട് ആർ ഐ ഡൂയിങ് എന്ന് പറയോ? നീ എന്ത് ചെയ്യുന്നു എന്ന് രേഖ എന്നോട് ചോദിച്ചു അല്ലെ? രേഖ എന്നോട് ഞാൻ എന്ത് ചെയ്യുകയാണ് എന്ന് ചോദിച്ചു. അതാണ് ഈ സംഭവം. രേഖ എന്നോട് നീ എന്താ ചെയ്യണേ? രേഖയുടെ ഡയലോഗാണ്. നീ എന്താ ചെയ്യുന്നേ? അപ്പൊ വാട്ട് ആർ യു ഡൂയിങ്? നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡൗട്ട് വരികയാണ് അല്ലെ? ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. ക്വസ്റ്റ്യൻ മാർക്കിന്റെ പുറത്താണ് ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരികയാണ് എങ്കിൽ ഇതൊന്ന് കൺവേർട്ട് ചെയ്ത് തിരിച്ചു നോക്കാം. രേഖ ആസ്ക്ഡ് മീ അല്ലെ? രേഖ എന്നോട് ചോദിച്ചു. സെറ്റ് ടു മീ എന്നുള്ളത് ചോദ്യം ആയത് കാരണം, ഇതൊരു ക്വസ്റ്റ്യൻ ആയത് കാരണം ആസ്ക് മീ എന്ന് എഴുതാം. ആസ്ക് മീ വാട്ട് ആർ യു. ഇത് നമ്മൾ തിരിച്ചെഴുതേണ്ടത് എങ്ങനെയാണെന്ന് കൂടെ പഠിക്കണേ. ഈ ആർ യു എന്നുള്ളത് എടുത്ത് നേരെ ഇപ്പുറത്തേക്ക് ഇടുക കേട്ടോ. ഇതിന്റെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ ഈ ക്വസ്റ്റ്യൻ എന്നുള്ളത് ഒരു സാധാരണ സെന്റൻസ് ആയിട്ട് മാറും. വാട്ട് ആർ യു ഡൂയിങ് എന്നുള്ളത് വാട്ട് യുവിനെ മാറ്റി എപ്പുറത്തേക്ക് ഇടുമ്പോ ഐ ആകും. വാട്ട് ഐ. ആറിന്റെ ഫസ്റ്റ് ടെൻസ് എന്താ? വാസ്. വാട്ട് ഐ വാസ് ഡൂയിങ്. നമുക്ക് കിട്ടിയോ നമ്മുടെ ചോദ്യം? അപ്പൊ ഏതാണ് ആൻസർ? വാട്ട് ആർ യു ഡൂയിങ്. നമ്മുടെ സെക്കൻഡ് വൺ ആണ് ഇവിടുത്തെ ആൻസർ വരിക അല്ലെ? സോ രേഖ സെഡ് ടു മീ, രേഖ സെഡ് ടു മീ വാട്ട് ഐ വാസ് ഡൂയിങ്. ക്ലിയർ ആയല്ലോ? യെസ്. ഇനി select the option that expresses the given sentence in reported speech. He said to me, I am grateful to you. അല്ലെ? I am grateful to you. ഇതെങ്ങനെ മാറ്റും? He told me അല്ലെ? He said to me ആണെങ്കിലും കറക്റ്റ് ആണ്, he told me ആണെങ്കിലും കറക്റ്റ് ആണ്. Isn't it? So he told me, രണ്ടും കറക്റ്റ് ആണ് കേട്ടോ. He said to me ആണെങ്കിലും കറക്റ്റ് ആണ്, he told me ആണെങ്കിലും കറക്റ്റ് ആണ്. എന്താണ്? That. ഐനെ നമ്മൾ എന്ത് ചെയ്യണം? ഐ ആം ഗ്രേറ്റ്ഫുൾ ടു യു. ഇത് ഏത് ടെൻസാ? പ്രസന്റ് ടെൻസ് ആണ്. അതിനെ എങ്ങോട്ട് മാറ്റണം? പ്രസന്റ്, സിമ്പിൾ പ്രസന്റ് ടെൻസിനെ വി ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻടു സിമ്പിൾ പാസ്റ്റ് ടെൻസ് അല്ലെ? ഐ ഇവിടെ വരുമ്പോ എന്താകും? ഹി ആകും. അയാൾ എന്നോട് പറഞ്ഞു, ഹി സെഡ് ടു മീ എന്നാണ്. അപ്പൊ ഹി ടോൾഡ് മീ ദാറ്റ് ഐ വിൽ ബിക്കം ഹി. ആം വിൽ ബിക്കം എന്താണ്? ഹി വാസ് ഗ്രേറ്റ്ഫുൾ. ഗ്രേറ്റ്ഫുൾ തന്നെ, സ്പെല്ലിംഗ് ഒന്നും തെറ്റിദ്ധരുത്തരുത്. ടു യു ആണ്, എന്നോടാണ് പറഞ്ഞത്. അപ്പൊ മീ ആയിട്ട് മാറും. ഓക്കെ, സോ ഹി ടോൾഡ് മീ ദാറ്റ് ഹി വാസ് ഗ്രേറ്റ്ഫുൾ ടു മീ. ഇതൊന്ന് മലയാളത്തിൽ പറഞ്ഞേ. അവൻ എന്നോട് പറഞ്ഞു, ഞാൻ നിന്നോട് എന്നും ഗ്രേറ്റ്ഫുൾ ആയിരിക്കും അല്ലെ? ഗ്രേറ്റ്ഫുൾ ആണ്, ഐ എം ഗ്രേറ്റ്ഫുൾ ടു യു. അപ്പൊ അവൻ എന്നോട് പറഞ്ഞു, അവൻ എപ്പോഴും എന്നോട് ഗ്രേറ്റ്ഫുൾ ആയിരിക്കുമെന്ന്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാ? ഹി ടോൾഡ് മീ ഹി ഈസ് ഗ്രേറ്റ്ഫുൾ ടു മീ. കറക്റ്റ് അല്ല. ഈസ് എന്നുള്ളത് അല്ല വേണ്ടത്, വാസ് ആണ് അവിടെ വേണ്ടത്. ഹി സെഡ് ദാറ്റ് ഐ ആം ഗ്രേറ്റ്ഫുൾ ടു യു അല്ലെ? അവിടെ ഐ ആം എന്നൊക്കെ തെറ്റാണ്, ഐ അല്ല ഉപയോഗിക്കണ്ടേ. ഹി സേസ് ടു മീ, തെറ്റ്. റിപ്പോർട്ടിംഗ് വെർബ് ഇറ്റ്സെൽഫ് ഇസ് റോങ്. ഹി ടോൾഡ് മീ. അപ്പൊ നമ്മുടെ ആൻസർ ഒബ്വിയസ്ലി ഫോർത്ത് വൺ ആണ്. ഹി ടോൾഡ് മീ ദാറ്റ് ഹി വാസ് ഗ്രേറ്റ്ഫുൾ ടു മീ. നിങ്ങളുണ്ടല്ലോ ഇത് കിട്ടുമ്പോ തന്നെ ഒന്ന് ചെയ്ത് നോക്കിയതിന് ശേഷം ആൻസറിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് കിട്ടും. അല്ലെങ്കിൽ 4 ഓപ്ഷൻ ഒരുപോലെ ഇരിക്കുമെന്നേ. പ്രഷർ, നിങ്ങൾ എക്സാം പ്രഷർ വരുമ്പോ ഉണ്ടല്ലോ ഇത് 4 എല്ലാം ഒരുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ. The colonel said that it gave him great pleasure to be there that evening. Wow. ഇത് നിങ്ങൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് തിരിച്ച് ഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുക അല്ലെ? സോ ദ കേർണൽ സെഡ് ദാറ്റ്. അപ്പൊ കേർണൽ സെഡ് ദാറ്റ് എടുത്ത് നമ്മൾ മാറ്റി, എന്നിട്ട് ഇൻവേർട്ടഡ് കോമ സ്റ്റാർട്ട് ചെയ്തു. ഇറ്റതായിട്ട് തന്നെ എഴുതുക. ഇറ്റ് തന്നെയല്ലേ? കറക്റ്റ്. ഗേവ് ഹിം, ഇത് പാസ്റ്റ് ടെൻസ് ആണ് അല്ലെ? പാസ്റ്റ് ടെൻസിനെ തിരിച്ച് എങ്ങോട്ടേക്കാണ് മാറ്റേണ്ടത്? പ്രസന്റ് ടെൻസിലോട്ട് മാറ്റണം. ഇവിടെ നോക്കാലോ, ഇവിടെ ഏതല്ല കണ്ടോ? ഇവിടെ 2 എണ്ണത്തിലെ പ്രസന്റ് ടെൻസ് ഉള്ളൂ. ഗിഫ്റ്റ്സ്, ഗിഫ്റ്റ്സ് കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് കിട്ടേണ്ട ആൻസർ ഏതാണ്? ഇറ്റ് മുതലേ ഞാൻ എഴുതുന്നുള്ളത്. ഇറ്റ് ഗിവ്സ് ആർക്കാണ്?
ഹിം ആണ്. അപ്പൊ ഇറ്റ് ഗിവ്സ് മീ ആണ്, കാരണം നമ്മൾ ഇൻവേർട്ടഡ് കോമയ്ക്കകത്താണ് ഇത് ഇടുന്നത്. ഇറ്റ് ഗിവ്സ് മീ ഗ്രേറ്റ് പ്ലഷർ ടു ബി എവിടെയാ there എന്നുള്ളത് എന്താകും? ഇവിടെ. ഹിയർ ദാറ്റ് ഈവനിങ് വിൽ ബിക്കം ദിസ് ഈവനിങ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എ ആണോ സി ആണോ? ഇറ്റ് ഗിവ്സ് മീ ഗ്രേറ്റ് പ്ലഷർ ടു ബി ഹിയർ ദിസ് ഈവനിങ്. ഇതാണ് കറക്റ്റ്. എന്തുകൊണ്ട് ബാക്കിയെല്ലാം റോങ് ആയി? The Colonel said it gave me great pleasure to be there that evening. That evening ആയിട്ട് തന്നെ എഴുതി, തെറ്റാണ്. It gave me തെറ്റാണ്. Okay. The Colonel said it gave him. ആ തെറ്റാണ്. Gave him തെറ്റാണ് ഇവിടെ. Him അല്ല വേണ്ടത്, me ആണ്. എനിക്ക് സന്തോഷം തന്നു. അദ്ദേഹം എന്ത് ചെയ്യണ്ടേ? എന്താ പറയാ, സ്വന്തം വാക്യത്തിലാണ് അത് പറയേണ്ടത്. എന്നാലേ അത് ഇൻഡയറക്ട് സ്പീച്ച് ആയിട്ട് മാറുള്ളൂ. ഇൻഡയറക്ട് സ്പീച്ചിലാണ് നമ്മൾ മൂന്നാമത് ഒരാൾ പറയുന്ന പോലെ പറയുക. ഓക്കെ, സോ ഇറ്റ് ഗേവ് ഹിം ഗ്രേറ്റ് പ്ലഷർ ടു ബി ദാറ്റ് ഈവനിങ്. അഗൈൻ ദാറ്റ് ഇസ്, ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് ഇത് തെറ്റാണ്. ഇവിടെ എന്ത് പറ്റി തെറ്റിയത്? ദ കേർണൽ സേസ് അല്ല, സെഡ് ആണ് വേണ്ടത് അല്ലേ? ദ കേർണൽ സെഡ് ഇറ്റ് ഗിവ്സ് മീ ഗ്രേറ്റ് പ്ലഷർ ടു ബി there that evening. That also it's wrong. So this will become that. അല്ലെ? ഡയറക്റ്റിൽ നിന്ന് ഇൻഡയറക്റ്റിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ദിസ് വിൽ ബിക്കം ദാറ്റ്, ഹിയർ വിൽ ബിക്കം there. അതൊക്കെ ഓർത്തിരുന്നോണം കേട്ടോ. അങ്ങനെ കുറെ റൂൾസ് ഉണ്ട്, എഴുതി വെച്ച് പഠിക്കുക, എന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് തറവാകുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഒരു പ്രാവശ്യം പഠിച്ചിട്ട് ഒരു 5-6 വരെ സെപ്പറേറ്റ് ആയിട്ട് ഇരുത്തി പഠിപ്പിക്കുക. വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, ആരെങ്കിലും ഒക്കെ ഇരുത്തി പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി തറവ്. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ, ദ ടീച്ചർ സെഡ് ദാറ്റ് plants have life in them. അപ്പൊ അതെങ്ങനെ എഴുതുക? The teacher said that the plants have life in them. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ടീച്ചർ സെഡ് അത് എവിടെ എടുത്ത് എഴുതി? The teacher said, കോമ, ഡബിൾ ഇൻവേർട്ടഡ് കോമയില് plants have life in them. പ്ലാന്റ്സിന്റെ ഹാവ് എന്നുള്ളത്, plants have life in them എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് plants have തന്നെയാണ് വേണ്ടത്, കാരണം വേറൊരു സെന്റൻസ് ഇവിടെ പറഞ്ഞിട്ടില്ല. plants have life. ഇതിനകത്ത് എന്താണെന്ന് പറയാം ഞാൻ. ഇതൊരു ജനറൽ ട്രൂത്ത് ആണ്. Isn't it? General truth, passive voice, sorry. General truth reported speechലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ plants had എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പണ്ട് ഉണ്ടായിരുന്നു പ്ലാന്റ്സിന് ജീവൻ, ഇപ്പൊ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്താണ്? The teacher said plants have life in them. ഓർത്തോണം, ജനറൽ ട്രൂത്ത് ആണെങ്കിൽ നന്ന ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നത്. ജനറൽ ട്രൂത്ത് ആണ്, പ്ലാന്റ്സ് ഹാവ് ലൈഫ് ഇൻ ദം എന്നുള്ളത് ഒരു ജനറൽ ട്രൂത്ത് ആയത് കാരണം എന്ത് സംഭവിക്കും? നമ്മൾക്ക് ഒരിക്കലും അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ പാസീവ് എന്താ പറയാ, പാസ്റ്റ് ടെൻസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പാടില്ല. കേട്ടോണം കേട്ടോ. പ്രസന്റ് ടെൻസ് ആണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ earth revolves around the sun. Okay, the teacher said earth revolves around the sun. പറയാൻ പറ്റുമോ earth revolved around the sun എന്ന്? earth revolve ചെയ്തിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കില്ലേ. So it's a general truth. Okay, the teacher said earth revolves around the sun. അങ്ങനെ തന്നെയാണ് എഴുതേണ്ടത് കേട്ടോ. The teacher said that earth revolves around the sun. Okay, clear ആയോ? So general truth ആകുമ്പോൾ there is no change. So C is the right answer. ഇവിടെ എന്താ തെറ്റിപ്പോയെ? Plants do have life. വേണോ? വേണ്ട. Plants had life എന്ന് വെച്ചാൽ ഇപ്പൊ ഇല്ലെന്നാണോ മീൻ ചെയ്യേണ്ടത്? Plants has life. A plant അല്ല, ഇവിടെ പ്ലാന്റ്സിനെ കുറിച്ചാണ് പറയണേ. സോ നമ്മൾ ടെൻസ് ഒന്നും എന്താ പറയാ, സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് ഒന്നും ഇവിടെ മാറ്റണ്ട. പ്ലാന്റ്സ് ആണെങ്കിൽ പ്ലാന്റ്സ് തന്നെയാണ് ആൻസർ വരേണ്ടത്. ഓക്കെ, സോ ജനറൽ ട്രൂത്ത് ആണെങ്കിൽ നമ്മളത് മാറ്റേണ്ട കാര്യം ഇല്ല. ക്ലിയർ ആയല്ലോ? സോ ദ ആൻസർ ഇസ് സി. ഓക്കെ, സോ നമ്മൾ ഇന്ന് 3 ടോപ്പിക് ആണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ഡിസ്കസ് ചെയ്തു. We discussed reported speech and then we discussed correct error, spot the error. Okay, so ഇനി നമുക്ക് എന്താ ചെയ്യണ്ടേ? ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഞങ്ങൾ റെഡിയാണ്, നിങ്ങൾ റെഡി അല്ലേ? അപ്പൊ നിങ്ങൾക്ക് അറിയാം, എൻട്രി എന്താ പറയാ, ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യത്തെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാം. SSC റെയിൽവേ എക്സാംസിനും അതുപോലെ തന്നെ SSCയുടെ എല്ലാ പരീക്ഷകൾക്കും ഒക്കെ നമ്മൾ നിങ്ങളുടെ ഒപ്പം ഉണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സാം പാറ്റേൺസിൽ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇത്ര നാളും TCS ആയിരുന്നു എക്സാം കണ്ടക്ട് ചെയ്തിരുന്നത്. ഇപ്പം എഡ്യൂക്കേറ്റി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്, കോർപ്പറേറ്റ് പീപ്പിൾ ആണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്.
അപ്പം ഇതിന്റെ പാറ്റേൺ ചേഞ്ചിൽ കുറച്ച് വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. ലാസ്റ്റ് എക്സാം കുറച്ച് പാനിക് ആയിട്ടാണ് ആൾക്കാർ അറ്റംപ്റ്റ് ചെയ്തത്. കാര്യം എന്താ വെച്ചാൽ സെന്റേഴ്സിൽ കുറച്ച് ഇഷ്യൂസ് വന്നിരുന്നു, കമ്പ്യൂട്ടർ ആക്സസിബിലിറ്റിയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ്. പിന്നെ അതുപോലെ തന്നെ സ്ക്രൂട്ടിനി ഉണ്ടായി, ചെക്കിങ്. ഇതൊന്നും യൂസ് ടു അല്ലാതിരുന്നപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്ന നമുക്കൊരു ഒരു 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 അൺനെസസറി ആയിട്ടുള്ള ഒരു പാനിക് സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഇതൊന്നും നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഒരേ ഒരു ജോലിയോട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നമ്മൾ എന്താ പറയാ, പ്രാർത്ഥിക്കുക. ഓക്കെ, നിങ്ങൾ എന്തിൽ വിശ്വസിക്കുന്നു ആ രീതിയിൽ, നിങ്ങളുടെ ഹാർഡ് വർക്കിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ അതിൽ തീർച്ചയായിട്ടും സോ അതിൽ ഫെയ്ത്ത് ഉണ്ടാവുക. അതിനുശേഷം എന്താ പറയാ, നന്നായിട്ട് പൂർണ്ണ മനസ്സോടുകൂടി എന്താ പറയാ, നിങ്ങൾ ടെൻഷൻ ഫ്രീ ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ഇപ്രാവശ്യത്തെ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി എക്സാം ഉണ്ടാകുക നെക്സ്റ്റ് ഏപ്രിലാണ്. അപ്പൊ നിങ്ങൾ ഒട്ടും ഡിലേ വിചാരിക്കണ്ട. എത്ര നേരത്തെ പ്രിപ്പയർ ചെയ്തോ അത്രയും നിങ്ങൾക്ക് നല്ലതാണ്. ഓക്കെ, സോ വിധി മാറാൻ ഒരു എൻട്രി മതി എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്കൊന്ന് യൂട്യൂബ് ചാനലൊക്കെ, എൻട്രിയുടെ യൂട്യൂബ് ചാനൽ എടുത്തു കൊടുത്താൽ കഴിഞ്ഞ ലാസ്റ്റില് ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നു. 1000-ൽ പരം എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എൻട്രി വഴി കിട്ടിയ ഒരുപാട് ആൾക്കാർ അവിടെ വന്നിരുന്നു. അവരുടെ അനുഭവങ്ങളും കഥകളും ഒക്കെ പറഞ്ഞ് എന്താ പറയാ, നിങ്ങൾക്ക് അത് എടുത്തു നോക്കുമ്പോൾ മനസ്സിലാവും എന്തുമാത്രം ഒരു ഇമ്പാക്ട് ആണ് എൻട്രി ഉണ്ടാക്കിയേക്കുന്നതെന്ന്. ഓക്കെ, സോ നിങ്ങളുടെ ഒപ്പം ഞങ്ങളുണ്ട്. SSC റെയിൽവേ എക്സാംസ്, ബാക്കി കോഴ്സിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിന്റെ താഴെ കൊടുത്തിട്ടുണ്ടാകും. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. യു വിൽ ബി ഏബിൾ ടു ഗെറ്റ് ഓൾ ദി ഡീറ്റെയിൽസ്. അല്ലെ, ക്വാളിഫിക്കേഷൻ +2 അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്താണ് ചെയ്യേണ്ടത്. അല്ലെ, നിങ്ങൾക്ക് ഒരു നമ്പർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് എൻട്രിയുടെ നമ്പറാണ്. ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ക്വരീസ് ആണെങ്കിലും, മെന്റർഷിപ്പിനെ കുറിച്ചുള്ളതാണെങ്കിലും, അല്ല നിങ്ങൾക്ക് എങ്ങനെ എൻറോൾ ചെയ്യണം എന്നതിനെ കുറിച്ചുള്ളതാണെങ്കിലും ഒക്കെ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യാൻ ആളുകൾ ഉണ്ടാവും, ഹെൽപ്പ് ഡെസ്കിൽ ആളുണ്ടാവും കേട്ടോ. സോ ഇത് വെറുതെ നമ്മൾക്കൊരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യല്ല, ത്രൂ ഔട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ടാകും, മോക്ക് ഉണ്ടാകും, ടെസ്റ്റുകൾ ഇഷ്ടം പോലെ ഉണ്ടാകും, നോട്ട്സ് ഉണ്ടാകും, അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാകും, നിങ്ങൾക്ക് എക്സലന്റ് ഫാക്കൽറ്റീസിന്റെ ക്ലാസ്സസ് ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഇതെല്ലാം കൂടെ വരുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ടാവും, ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ് ഉണ്ടാവും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എൻട്രി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. ആ ലിങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് നിങ്ങളുടെ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ നമ്പറിൽ കോൾ ചെയ്യുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളും ഇവിടുന്ന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. See you with the next session. So my dear friends, thank you all. Bye bye. Take care and stay safe.